ഒന്ന് ഒരു മനുഷ്യന്റെ ദുആ. നിങ്ങൾ ഇരിക്കൂലേ? ഇപ്പൊ ഒരു പിണക്കം എന്താ? എടാ ഇത് വായിക്കണമെങ്കിൽ എനിക്ക് മലയാളം അറിയണം. ഈ സ്ഥലപ്പേര് തന്നെ വായിക്കണമെങ്കിൽ ഇത്തിരി പാടാം. എന്നാടാ 29-ാം തീയതി. എന്താ സ്ഥലപ്പേരെന്താ? പള്ളത്തൂർ. നീ എന്താ വേർക്കണത്? ഒരുപാട് വേർക്കും കേട്ടാ. ഒരു മനുഷ്യന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ, ഒരു മനുഷ്യന്റെ തൗബ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ 6 നിയമങ്ങളുണ്ട്. അത് പാലിച്ചുകൊണ്ട് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വിഷമമൊന്നും ഇല്ലല്ലോ, പിണക്കൊന്നും ഇല്ലല്ലോ എന്നോട്? ചൊടിയുണ്ടാ? ഉണ്ടാർക്കെങ്കിലും? നിങ്ങൾക്ക് ആർക്കും ഞാൻ 5 നയാ പൈസ തരാനില്ലല്ലോ, പിന്നെ എന്തിനാ ചൊടിക്കണേ? നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബാധ്യത ഉണ്ടോ? ഹക്കടപാടുണ്ടോ? ഒന്നുമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. എനിക്കാണെങ്കിൽ എൻ്റെ ഫാമിലി ആയിട്ട് ഉംറ പലരും ഡേറ്റ് വയ്ക്കുന്നുണ്ട്. കൊടുക്കായില്ലപ്പ. ഞാനൊന്ന് ഉംറയ്ക്ക് പോകണം എൻ്റെ മോനെയും കൊണ്ട്, എൻ്റെ ഭാര്യയും മക്കളെയും കൊണ്ട്. എനിക്ക് ഇൻഷാ അല്ലാഹ് മാർച്ച് മാസം അവസാനം ഉംറയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ കാസർഗോഡുള്ള ഒരു ഗ്രൂപ്പിലാണ് പോണേ. കമ്മീഷനൊന്നും ഇല്ല. ആരും കണ്ടൊക്കെ കൂടിക്കോണം കേട്ടോ. കമ്മീഷൻ പണി തരുന്നില്ല. എന്തെങ്കിലും ഉണ്ടെ കൂടിക്കോണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെയൊക്കെ എൻ്റെ ഗ്രൂപ്പിൽ വരണം നിർബന്ധം എൻ്റെ ഒന്നും അല്ല. ഞാൻ പോണ ഗ്രൂപ്പിൽ വരണം നിർബന്ധമൊന്നുമില്ല. അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് കമ്മീഷൻ ഉണ്ട്, നിർബന്ധമില്ല. എല്ലാവരും മരിക്കുന്നതിന് മുമ്പ് മക്കത്ത് പോകണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പോകണ്ടേ? പോണോ? അങ്ങനത്തെ ഒരു മടി കാണിക്കട്ടെ. പറ മനുഷ്യ, പോണോ? ഉറക്ക ഇൻഷാ അല്ലാഹ് പറ. അല്ലാഹു ഇൻഷാ അല്ലാഹ് പറഞ്ഞവരെ മൊത്തം നീ അവിടെ എത്തിക്കണേ തമ്പുരാനെ. പറയാത്തവനെ ഒരവസരം കൂടെ തരാം. ഒന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. ഇനി പറയാത്തവന്റെ കാര്യത്തിൽ അള്ളാഹിനെ തീരുമാനിക്കട്ടെ. ഞാൻ എന്താ പറയാ? ഓനങ്ങനാണല്ലോ. ശൈത്താനെക്കാളും വലിയ ശൈത്താന്മാരുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ മുന്നിൽ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന്റെ തൗബ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്തെന്നറിയുമോ? വമാ ഉമിറൂ إلا ليعبدوا الله مخلصين. ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പെട്ടെന്ന് പറയുന്നുണ്ട്, ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. അതാ വമാ ഉമിറൂ ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീൻ. ഒരു മനുഷ്യന്റെ തൗബ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ, ഒരു മനുഷ്യന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്തെന്നറിയോ? അവൻ ഇഖ്ലാസ് ഉണ്ടാകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. ഒന്നാമത്തെ നിയമം എന്തെന്നറിയുമോ? ഇഖ്ലാസോടുകൂടി ദുആ ചെയ്താലേ അല്ലാഹു സ്വീകരിക്കൂ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാതെ എത്ര കടന്ന് വിളിച്ച് കരഞ്ഞിട്ടും കൂവിയിട്ടും കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സുജൂദിൽ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ഇഖ്ലാസോടുകൂടി ദുആ ചെയ്താലേ സ്വീകരിക്കൂ. ദുആ ചെയ്യുന്നതിന് ചില മര്യാദകളുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, റസൂലുള്ളാഹി പറയുന്ന സ്വഹാബ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നോക്കുമ്പോ ഒരു മനുഷ്യന് ശബ്ദമുയർത്തിയിട്ട് കടന്നു വിളിച്ചുകൂടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, കരഞ്ഞു വിളിച്ചുകൊണ്ട് ഇങ്ങനെ ദുആ ചെയ്യുകയാ. ആ മനുഷ്യനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മനുഷ്യ, കേൾവിയില്ലാത്തവനോടല്ല നീ കടന്ന് വിളിച്ചു പോകുന്നത്, കണ്ണിന് കാഴ്ചയില്ലാത്തവനോടല്ല നീ ചോദിക്കുന്നത്, കണ്ണിന് കാഴ്ചയുള്ളവനോടാണ്, ചെവി കേൾക്കുന്നവർ റബ്ബിനോടാ നീ ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് നീ നിന്റെ ശബ്ദം താഴ്ത്തിയിട്ട് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഒരു മനുഷ്യൻ ദുആ ചെയ്യുമ്പോ ഒരുപാട് വിളിച്ചു കൂവിയിട്ടും ദുആ ചെയ്യാൻ പാടില്ല. അതുപോലെ ശബ്ദം താഴ്ത്തിയിട്ടും ദുആ ചെയ്യാൻ പാടില്ല. രണ്ടിന്റെയും മധ്യത്തിലെ ദുആ ചെയ്യാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. കടന്നിങ്ങനെ വിളിച്ചു കൂവൽ, അല്ലോ അല്ലോ അല്ലോ, വേണ്ട മോനെ വേണ്ട, ഇഖ്ലാസ് ഉണ്ടാകില്ല എന്ന് നബി മുഹമ്മദ്
മുഹമ്മദ് മുസ്തഫ. നീ ആരോടാ ദുആ ചെയ്യണേ? ചെവി കേൾക്കണ അള്ളാഹിനോടല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോൾ വിളിച്ചൂവി കരഞ്ഞ് ദുആ ചെയ്യുന്ന ഒരാളോട് ചേട്ടാ നീ പൊട്ടനോടൊന്നുമല്ല ദുആ ചെയ്യണം, അള്ളാഹിക്ക് ചെവി കേൾക്കും, അള്ളാഹിക്ക് കണ്ണ് കാണാം, നീ ഇങ്ങനെ നടന്ന് വിളിച്ചു പോവണ്ട. അതുകൊണ്ട് വലിയ ശബ്ദത്തിൽ വിളിച്ചു പോയി ദുആ ചെയ്യരുത്, ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകും. മനസ്സിന്റെ സാന്നിധ്യം, അള്ളാഹുവിനോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകും. അതുപോലെ പതുക്കെയും ചെയ്യരുത്. പതുക്കെ ചെയ്താൽ എന്ത് ചെയ്യും? മനുഷ്യന്റെ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് രണ്ടിന്റെയും മധ്യത്തിൽ വേണം ദുആ ചെയ്യാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇഖ്ലാസോടുകൂടി ദുആ ചെയ്യണം. ഇഖ്ലാസോടുകൂടി. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? ചരിത്രത്തിൽ കാണാം, ഒരു മനുഷ്യൻ നോക്കുമ്പോ ഒരു മരം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആൾക്കാർ മുഴുവനും മരത്തിനെ ആരാധിക്കാൻ തുടങ്ങി. മരത്തിനെ മുഴുവനും ആരാധിക്കുന്നത് കണ്ടപ്പോ ഈ മനുഷ്യന് സഹിച്ചില്ല. അള്ളാഹുവേ, മുസ്ലിമായ ഈ മനുഷ്യൻ ഒരു കോടാലി എടുത്തോണ്ട് പോയിട്ട് ഈ മരം വെട്ടാൻ വേണ്ടി പോവാ. മരം വെട്ടിമുറിക്കുന്നതിന് വേണ്ടി കോടാലിയും എടുത്തോണ്ട് അങ്ങോട്ട് പോകുമ്പോ ഇബ്ലീസ് വന്നിട്ട് കയറി തടഞ്ഞു. ഇബ്ലീസിനും കൊടുത്തു 4 എടുത്ത് പണയിട്ടളഞ്ഞു. ഇബ്ലീസ് മരം മുറിക്കാതിരിക്കാൻ വേണ്ടി തടഞ്ഞപ്പോ ഇബ്ലീസിനെ തല്ലി. ആര് തോറ്റു? ഇബ്ലീസ് തോറ്റുപോയി. ഇബ്ലീസ് തോറ്റു. ആ മനുഷ്യൻ തിരിച്ചു വന്നു. രണ്ടാമതും മരം മുറിക്കാൻ പോയി. അപ്പോഴും ഇബ്ലീസ് കയറി തടഞ്ഞു. ഇബ്ലീസിനെ എടുത്ത് തറയിലടിച്ചു. രണ്ടാമത് ഇബ്ലീസ് തോറ്റു. മൂന്നാമതും മരം മുറിക്കാൻ പോയി. അപ്പോഴും ഇബ്ലീസ് തടഞ്ഞു. ഇബ്ലീസിനെ എടുത്ത് തറയിലടിച്ചു. 3 പ്രാവശ്യവും ഇബ്ലീസ് തോറ്റുപോയി. അപ്പൊ ആ മനുഷ്യനോട് ഇബ്ലീസ് പറഞ്ഞു കൊടുത്തു, ഈ മരം മുറിക്കാതിരിക്കുവാണെങ്കിൽ എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിയുമ്പോൾ നിന്റെ തലകണയുടെ അടിയിൽ ഞാനൊരു സ്വർണ്ണ നാണയം കൊണ്ടുവച്ചേരാം. എന്ത് പറഞ്ഞു? ഈ മരം മുറിക്കാതിരുന്നാൽ എല്ലാ ദിവസവും ഞാൻ നിനക്ക് രാവിലെ ഒരു സ്വർണ്ണ നാണയം തരും. മനുഷ്യൻ സമ്മതിച്ചു. വീട്ടിലേക്ക് കടന്നു വന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു സ്വർണ്ണ നാണയം കിട്ടി. രണ്ടാമത്തെ ദിവസം നോക്കുമ്പോൾ അപ്പോഴും ഒരു സ്വർണ്ണ നാണയം കിട്ടി. മൂന്നാമത്തെ ദിവസം നോക്കുമ്പോൾ സ്വർണ്ണ നാണയം കാണുന്നില്ല. ഉടനെ കോടാലി എടുത്തിട്ട് മരം വെട്ടാൻ പോയി. മൂന്നാമത്തെ ദിവസം സ്വർണ്ണ നാണയം കിട്ടാതെ വന്നപ്പോ ആ മനുഷ്യൻ കോടാലിയും എടുത്തുകൊണ്ട് മരം വെട്ടാൻ പോയി. ഉടനെ ശൈത്താൻ ഇങ്ങോട്ട് വന്നു. ഈ മനുഷ്യൻ ശൈത്താനുമായിട്ട് യുദ്ധം തുടങ്ങി. ഈ മനുഷ്യനെ ശൈത്താൻ തലകീഴായിട്ട് എടുത്ത് ഒറ്റയടി. ഇവൻ തോറ്റുപോയി. ആ സമയത്ത് ഈ മനുഷ്യൻ ചോദിച്ചു, ഞാൻ എന്തേ തോറ്റത്? അപ്പൊ ഇബ്ലീസ് പറഞ്ഞു കൊടുത്തു, എടാ നീ 3 പ്രാവശ്യം മരം മുറിക്കാൻ വന്നത് അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചിട്ടാ. ഇപ്പം വന്നത് പൈസ കിട്ടാത്തതിന്റെ ദേഷ്യത്തില. എന്റെ പ്രിയമുള്ളവർ, ഇതിൽ ചിന്തിക്കാൻ നമുക്ക് ഒരുപാടുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് അതുകൊണ്ട് പറയുകയാ, മോനെ, അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ നിനക്ക് വേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുവോ? ഇഖ്ലാസാണ് മോനെ. ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അംഗീകരിച്ചിട്ട്, അല്ലാഹുവേ ഞാൻ പാപം ചെയ്തു തമ്പുരാന്, അതാ സർവ്വതും നീ ഏറ്റു പറഞ്ഞിട്ട് വേണം ദുആ ചെയ്യാൻ. അങ്ങനെ ദുആ ചെയ്താലേ അല്ലാഹു നിന്റെ ദുആ സ്വീകരിക്കൂ. അങ്ങനെ ദുആ ചെയ്തപ്പോഴാണ് 313 സ്വഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെന്നിട്ട് ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കളെ തകർത്ത് തരിപ്പണമാക്കിയത്. ഒരു പിടിച്ച വാളുമായി, ഒടിഞ്ഞ വാളുമായി, അതാ വയറിന്റെ കത്തൊന്നുമില്ലാതെ പട്ടിണിയോടുകൂടി 313 ബദരീകളായ സ്വഹാബത്തുണ്ടല്ലോ. അതാ ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെന്നപ്പോ അല്ലാഹുവേ, ആകാശ ലോകത്തു നിന്ന് മലക്കുകൾ അല്ലാഹു ഇറക്കിയിട്ടവരെ സഹായിച്ചത് അവർക്ക് ഇഖ്ലാസ് ഉള്ളത് കൊണ്ടായിരുന്നു. മഹാനായ അലിയാരി തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകനെ സുജൂദിൽ കിടന്നിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയോ, അല്ലാഹുവേ ഇന്ന് കൈയൊടിഞ്ഞ സർവ്വതും പോയി തമ്പുരാന്, ഈ 313 സ്വഹാബാക്കൾ എന്നെങ്ങാണ് പരാജയപ്പെട്ടു പോയോ? നിന്റെ ദീനീ ലോകത്തിന്റെ തമ്പുരാന്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയോ, അവരുടെ ഇഖ്ലാസോടുകൂടിയുള്ള ദുആ കൊണ്ടാണ് റബ്ബ് അവരുടെ അതാ അവിടെ നിന്ന് വിജയം കൊടുത്തതെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 60 വയസ്സുള്ള അംർ ഇബ്നുൽ ജമൂഹ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്വഹാബിയുണ്ട്. അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു മുടന്തുള്ളതാ, ഒരു കാലിൽ മുടന്താണ്. 60 വയസ്സ് പ്രായമായി. അതാ തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുന്നു, എനിക്ക് യുദ്ധത്തിന് പോകണം, എനിക്ക് യുദ്ധത്തിന് പോയിട്ട് ശഹീദാകണം. അല്ലാഹുവേ, അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ 60 വയസ്സുള്ള വാപ്പയാണ് പറയുന്നത്, എനിക്ക് യുദ്ധക്കളത്തിലേക്ക് കടന്നുപോയി ശഹീദാകണം. മക്കള് പറഞ്ഞു, വാപ്പാ നിങ്ങൾക്ക് കാലിന് മുടന്തുണ്ടല്ലോ, നിങ്ങളുടെ കാലിന് മുടന്തുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിന് പോകണമെന്നില്ല. മക്കള് വാപ്പയ്ക്ക് സമ്മതം കൊടുക്കാതെ വന്നപ്പോ ഇതാ ഹദറത്ത് റസൂലുള്ളാഹ്
അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാ. യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ നബിയേ, എന്റെ കാലിൽ മുടമ്പുള്ളതിന്റെ പേരില് എന്റെ മക്കൾ എന്നെ യുദ്ധത്തിന് പോകാൻ അനുവദിക്കുന്നില്ല നബിയേ. അതുകൊണ്ട് എനിക്ക് യുദ്ധത്തിൽ പോകാൻ അവസരം തരണം. 60 വയസ്സുള്ള വാപ്പാ, നേരെ ചൊവ്വ നടക്കാൻ കഴിയാത്ത വാപ്പാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് നിന്നിട്ട് അനുവാദത്തിന് വേണ്ടി കിടന്ന് യാചിക്കുകയാ. മോനെ കറങ്ങാൻ പോകാനല്ല, ഗൾഫിൽ പോകാനല്ലോ, ന്യൂഇയർ ആഘോഷിക്കാനല്ലോ, ക്രിസ്മസ് ആഘോഷിക്കാനല്ലോ, രണാങ്കണത്തിലേക്ക് കടന്നു ചെന്നിട്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയിട്ട് വീരവൃത്തം ഭരിച്ചിട്ട് പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് പച്ചപ്പറവയെ പോലെ പറന്നു പോകാറുള്ള കൊടി കൊണ്ട് 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാറുള്ള മോഹം കൊണ്ട് ഒന്നാമത്തെ തുള്ളി രക്തം ഭൂമിയിൽ വീഴുമ്പോഴേ ചെയ്തു പോയ പാപങ്ങൾ മുഴുവൻ കഴുകിക്കളയുകയോ. നാളെ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ രക്തമൊലിപ്പിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹു ചോദിക്കുന്നു, നിനക്ക് ഞാൻ തന്ന ആയുസെന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് ചോദിക്കുമ്പോ, അല്ലാഹുവേ, എന്റെ കുടുംബം നിനക്ക് വേണ്ടി തന്നു തമ്പുരാന്, എന്റെ കൈ കൊടുത്ത് പടച്ചവര്, എന്റെ കാല് കൊടുത്ത് പടച്ചവര്, എന്റെ ജീവിതം കൊടുത്ത് പടച്ചവര് എന്ന് പറയാനുള്ള കൊതി കൊണ്ടാണ് നബിയേ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ നിന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി അനുവാദം കൊടുക്കുകയാ. യുദ്ധത്തിന് കടന്നു പോകാൻ 60 വയസ്സുള്ള അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ അനുവാദം കൊടുക്കുകയാ. യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു, യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്നിട്ട് 60 വയസ്സുള്ള വാപ്പ ഒരേ ഒരു പ്രാവശ്യം തന്റെ ഇരുകരങ്ങൾ ഉയർത്തുകയാ. അല്ലാഹുവിന്റെ ദർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് 60 വയസ്സുള്ള അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്തതെന്തെന്നറിയുമോ? അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദ, അല്ലാഹുവേ, എനിക്ക് ഇവിടെ കിടന്ന് മരിക്കണമല്ല, എന്നെ വീട്ടിലേക്ക് മടക്കല്ലേ അല്ല, എന്നെ വീട്ടിലേക്ക് മടക്കല്ലേ അല്ല, എന്റെ മയ്യത്ത് വേണം ഇവിടുന്ന് കൊണ്ടിറങ്ങാ. എന്നെ ഇനി ആരുടെ മണ്ണിന്റെ അകത്താണ് കൊണ്ടുവെക്കേണ്ടത്? ഒരേ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, ഇഖ്ലാസോടുകൂടി അല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ആരണാങ്കണത്തിൽ നിന്നിട്ട് ഒരേ ഒരു വാക്ക് പറഞ്ഞു, അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദ, എനിക്ക് നീ ശഹീദാവാൻ ഭാഗ്യം തരണേ അല്ലാ. ഇറങ്ങിപ്പോയടാ. യഥാ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നുപോയി. അവിടുത്തെ ജനാസയാ കൊണ്ടുവന്നത്. എന്റെ മോനെ, ഇഖ്ലാസോടുകൂടിയുള്ള ഒരു വാക്ക് മതിയടോ. രണാങ്കണത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് അതാ ഇന്ന് ന്യൂഇയർ ആഘോഷിക്കാ കൂട്ടുകാരൻ നിന്നെ വിളിച്ചല്ലോ, കൂടെ പോയവരുണ്ടല്ലോ. എന്റെ ചെറുപ്പക്കാരാ, കൂട്ടുകാരാരെന്നറിയുവോ? സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന കൂട്ടുകാരാണ് വേണ്ടത്. എപ്പോൾ ഈ പാട് കിടന്നിട്ട് കറങ്ങാ പോകാൻ തീരുമാനിച്ചവരുണ്ട്. പോകല്ലേ ചെറുപ്പക്കാരാ. യഥാർത്ഥ കൂട്ടുകാരനാരെന്നറിയുവോ? അതാ ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, അതാ ഒരു കൂട്ടുകാരൻ പാതിരാത്രി വീട്ടിലേക്ക് കടന്നു വരികയോ. ഒരു കൂട്ടുകാരനെ തിരഞ്ഞിട്ട് പാതിരാത്രി വീട്ടിൽ വന്നിട്ട് വിളിച്ചിറക്കുന്ന എന്റെ കൂടെയൊന്ന് വരുവോ, എന്റെ കൂടെയൊന്ന് വരുവോ? കുടിക്കാനല്ല, സിനിമയ്ക്ക് പോകാനല്ല, വ്യഭിചരിക്കാനല്ലോ, വൃത്തികേടുകൾ ചെയ്യാനല്ലോ. പാതിരാത്രി തന്റെ കൂട്ടുകാരനെ വിളിച്ചിറക്കിയിട്ട് പറയുന്ന ഉതവെടുക്ക. അവിടെ ഉതവെടുത്തു. എന്നിട്ട് രണ്ടുപേരും കൂടെ 2 റക്അത്ത് നിസ്കരിക്കുകയാ. നമസ്കാരം കഴിഞ്ഞിട്ട് തന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ദുആ ചെയ്യാ പോകുകയാ. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ ആമീൻ പറയണേ. എന്നിട്ട് റബ്ബേ, നിസ്കാരം കഴിഞ്ഞിട്ട് കൂട്ടുകാരനെ പുറകിലിരുത്തിയിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹ്, നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോകുകയാണ് റബ്ബേ. എന്നെക്കാളും ആരോഗ്യമുള്ള ഒരു നല്ല എതിരാളിയെ എനിക്ക് തരണേ അല്ലാഹ്.
അവൻ എന്റെ കൈ വെട്ടി മുറിക്കണേ അല്ലാ, അവൻ എന്റെ കാല് വെട്ടി മുറിക്കണേ അല്ലാ, അവൻ എന്റെ ചെവി മുറിച്ചെടുക്കണേ അല്ലാ, എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മുഴുവനും അവന് തുണ്ടം തുണ്ടമായി വെട്ടി മുറിക്കണേ അല്ലാ. അവനൊന്ന് ദുആ ചെയ്യുമ്പോ കൂട്ടുകാരൻ ആമീൻ പറയാൻ കഴിയുന്നില്ല. കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന പറ കൂട്ടുകാരാ ആമീൻ, എനിക്ക് വേണ്ടിയൊന്ന് ആമീൻ പറയുമോ? അവസാന പാതിരാത്രി കൊണ്ട് കൂട്ടുകാരിൽ ദുആ ചെയ്ത് ആമീൻ പറഞ്ഞു. ദിവസം യുദ്ധം കഴിഞ്ഞു കൂട്ടുകാരനെ തെരഞ്ഞു ഓടുമ്പോ അല്ലാഹുവേ ശരീരം മുഴുവനും വെട്ടിമുറിച്ചിട്ട് രണാങ്കണത്തിൽ കിടക്കുകയാണ്. അതാ രണാങ്കണത്തിൽ കിടക്കുകയാ. അടുത്തേക്ക് ഓടിച്ചെന്നു അവിടുന്ന് തലയെടുത്ത് മടിയിൽ വെച്ച് എന്നിട്ട് പറയുകയാ, അല്ലാഹു എന്റെ ദുആ സ്വീകരിച്ചല്ലോ, എല്ലാത്തിനും നീ സാക്ഷിയാ. അവിടുന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഇഖ്ലാസില്ലാത്ത ദുആ അല്ലാഹുവിന് വേണ്ട, ഇഖ്ലാസില്ലാത്ത ദുആ അല്ലാഹുവിക്ക് വേണ്ട. ഇഖ്ലാസില്ലാത്തത് കൊണ്ടാണ് ലോകത്ത് എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹു പുറത്തു കൊടുക്കുന്നവനാണല്ലോ, അല്ലാഹു കരുണയുള്ളവനാണല്ലോ, അല്ലാഹു ദയാലുവാണല്ലോ. ഇബ്ലീസിന് മാത്രം അല്ലാഹു പുറത്തു കൊടുക്കാത്തത്. എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹു പുറത്തു തരുമെന്ന് ഖുർആൻ പറയുന്നു. ഇബ്ലീസിന് അല്ലാഹു പുറത്തു കൊടുക്കാത്തതിന്റെ കാരണം എന്താ? മോനെ, ഇബ്ലീസ് തെറ്റ് ചെയ്തെന്ന് ഇന്ന് വരെ അംഗീകരിച്ചിട്ടില്ല. അവനെ തെറ്റ് ചെയ്തു എന്നവൻ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് നീ അങ്ങനെയാകല്ലേ, നീ അങ്ങനെയാകല്ലേ. ഇഖ്ലാസോടുകൂടി ദുആ ചെയ്താല് ഒരു മനുഷ്യന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ രണ്ടാമത്തെ കാര്യമുണ്ട്. ഒരു മനുഷ്യന്റെ തൗബ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ രണ്ടാമത്തെ കാര്യമെന്താ? ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. മോനെ, രണ്ടാമത്തെ കാര്യമെന്നറിയുമോ? ഇസ്തിഗ്ഫാർ പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇസ്തിഗ്ഫാർ പറയണേ. അസ്തഗ്ഫിറുല്ലാഹല്ലദീ. ഇതൊരു തൗബയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യന്റെ തൗബ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്ന് ഇഖ്ലാസോടുകൂടി ദുആ ചെയ്യണം. നമുക്കില്ലാത്തത് തന്നെ. എടാ, എത്ര പാപം ചെയ്താലും അല്ലാഹ് പുറത്തിരുന്ന് അല്ലാഹ് എന്നെ പറഞ്ഞു. ശൈത്താൻ എന്തേ പുറത്തു കൊടുക്കാത്ത? ശൈത്താന് മാത്രം എന്തേ പുറത്തു കൊടുക്കാത്ത? അവൻ തെറ്റ് ചെയ്തെന്ന് അംഗീകരിക്കണില്ല. അതുകൊണ്ട് അവൻ തെറ്റ് ചെയ്തെന്ന് ഇന്നുവരെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അല്ലാഹ് അവനെ പുറത്തു കൊടുക്കാത്ത. എന്റെ പ്രിയപ്പെട്ടവരെ, ഇഖ്ലാസ് ഉണ്ടാകണം. രണ്ട്, അസ്തഗ്ഫിറുല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് ഒരു തൗബയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. പക്ഷെ നമ്മുടെ അസ്തഗ്ഫിറുല്ലാഹ് എന്താ? അസ്തഗ്ഫിറുല്ലാഹ് 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 അസ്തഗ്ഫിറുല്ലാഹ്. ഇങ്ങനെ അടിയാ. എങ്ങനെ നിനക്കത് കളിയായി പോയില്ലേ? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അതൊരു തൗബയാ. മഹാനായ ഇമാം ഗസ്സാലി റഹ്മഹുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഇങ്ങനെ പ്രസംഗം നടത്താം. അസ്തഗ്ഫിറുല്ലാഹയെ കുറിച്ച് ഇങ്ങനെ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യൻ മനസ്സറിഞ്ഞിട്ട് തൗബ ചെയ്യുന്ന മനസ്സോടുകൂടി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപവും അല്ലാഹു പുറത്തു കൊടുക്കും. ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ടവൻ വാഴ കേൾക്കാൻ കയറി വരിക. ആ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ടവന് വാഴ കേൾക്കാൻ വേണ്ടി കയറി വരിക. അള്ളാഹു എല്ലാരും ഒന്ന് നോക്കി, പടച്ചവന് ഇവനും വന്ന് വാഴ കേൾക്കാൻ. ഇവനും വന്ന് നമ്മുടെ റമദാൻ മാസത്തിൽ പള്ളി കയറുമ്പോൾ ചോദിക്കുമല്ലോ, അള്ളാഹ് ഇവനും പള്ളിക്കകത്ത് കയറി എത്ര നാളത്തേക്കടാ? ലോകാവസാനത്തിന്റെ അടയാളം ഒന്ന് നമ്മൾ കരുതണം. അപ്പൊ ഇവൻ വാഴ കേൾക്കാൻ വന്നപ്പോ എല്ലാവരും ഇവനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. വന്ന് പുറകിൽ ഇങ്ങനെ മിണ്ടാതിരുന്നു. അപ്പോഴാണ് മഹാനവറുകൾ പറഞ്ഞു, ഒരു മനുഷ്യൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അവന്റെ പാവങ്ങൾ മുഴുവൻ അള്ളാഹു പുറത്തു കൊടുക്കും. ഈ മനുഷ്യൻ എഴുന്നേറ്റ് എന്നിട്ട് ചോദിച്ചു, എന്റെ പാവം അള്ളാഹ് പുറത്തു തരുമോ? കാരണം എന്തേ? ആ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ടവനാ. അവൻ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, അല്ല എന്റെ പാവം പുറത്തു. എടാ, നീ അല്ലടാ, നിന്നെ പോലെ 100 എണ്ണത്തിന് അല്ല പുറത്തു കൊടുക്കും. നീ അല്ല, നിന്നെ പോലെ 100 എണ്ണത്തിന് അല്ല പുറത്തു കൊടുക്കും. ഈ മനുഷ്യൻ
മനുഷ്യനാണെങ്കിൽ കുനിഞ്ഞങ്ങോട്ടിരുന്നു. ഇത് പറഞ്ഞപ്പോ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. അള്ളാഹു ഇങ്ങനെ ഇരുന്ന് മുഖം താഴ്ത്തി വെച്ചിട്ട് കരയാൻ തുടങ്ങി. എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, അള്ളാഹുവേ, എനിക്ക് എങ്ങനെയാ ദുആ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. എനിക്ക് എങ്ങനെയാണ് ചെയ്തു പോയ പാപങ്ങൾ നിന്റെ മുന്നിൽ ഏറ്റു പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല അല്ലാഹ്. ഈ മനുഷ്യൻ പറയുന്നു, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ പാപം പുറക്കും. അള്ളാഹുവേ, അള്ളാഹുവേ, എന്റെ പാപം മുഴുവനും നീ പുറത്തു തരണേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഒറ്റ പ്രാവശ്യം പറഞ്ഞുള്ളൂ. ഒരേ ഒരു പ്രാവശ്യം മനസ്സറിഞ്ഞിട്ട് പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, അള്ളാഹുവേ, എന്റെ തൗബ അള്ളാഹു സ്വീകരിച്ചെങ്കിൽ എനിക്ക് 3 അടയാളം കാണിച്ചു തരണം. എന്താ പറഞ്ഞേ? അപ്പൊ തന്നെ പറഞ്ഞു, നീ എന്റെ ദുആ നീ സ്വീകരിച്ചെങ്കിൽ എന്റെ പാപം നീ പുറത്തേക്ക് എനിക്ക് 3 അടയാളം കാണിച്ചു തരണം. 1, നാളെ മുതൽ തിന്നാനുള്ള ഭക്ഷണം നീ തന്നെ തരണം. എന്താ പറഞ്ഞേ? എനിക്ക് ജോലിക്ക് പോകാനൊന്നും വയ്യ. ഇത് 3 അടയാളം കാണിച്ചു തരണം. ഒന്നാമത്തെ അടയാളം എന്താ? എനിക്ക് ഭക്ഷണമൊക്കെ നീ തരണം. നാളെ മുതലുള്ള ഭക്ഷണം നീ എനിക്ക് തരണം. ഞാൻ ജോലിക്കൊന്നും പോകത്തില്ല. 1. 2, എനിക്ക് ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം തരണം. എനിക്ക് ഇൽമു നീ തരണം. നിന്റെ ഇൽമു നീ എനിക്ക് തരണം. 2, 3, ഏറ്റവും മനോഹരമായ ശബ്ദം നീ എനിക്ക് തരണം. ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. എന്നിട്ട് ഈ മനുഷ്യൻ ആരും അറിയാതെ കുനിഞ്ഞിരുന്നിട്ട് അള്ളാഹിനോട് സംസാരിക്കുക. അല്ലാഹ്, 1, നീ എനിക്ക് ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം തരണം. 2, എനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനും ചില ജോലിക്ക് പോകാനൊന്നും സമയമില്ല. എനിക്ക് ഇൽമു പഠിക്കാൻ പോകണം. അതുകൊണ്ട് ഭക്ഷണം നീ തന്നെ തരണം. 3, അള്ളാഹുവേ, ഏറ്റവും മനോഹരമായ ശബ്ദം. ഇത് പറഞ്ഞു കഴിഞ്ഞ് എല്ലാവരും പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ ഈ മനുഷ്യൻ നേരെ എഴുന്നേറ്റ് പോയിട്ട് ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, എനിക്ക് ഇൽമു പഠിപ്പിച്ചു തരാൻ. നിങ്ങൾ ആർക്കൊരൊറ്റ അസ്തഗ്ഫിറുല്ലാഹ്. നാട്ടിലെ ഏറ്റവും വൃത്തികെട്ടവൻ അവൻ തന്നെ പറഞ്ഞു അടയാളം കാണിച്ചു തരണം. അല്ലാഹ് കാണിച്ചു കൊടുത്തു. എല്ലാവരും എഴുന്നേറ്റ് പോകുമ്പോൾ ഉസ്താദിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇൽമു പഠിപ്പിച്ചു തരാൻ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുന്നു, എല്ലാ ദിവസവും രാവിലെ ആ മനുഷ്യന്റെ വീടിന്റെ മുന്നിൽ ഭക്ഷണം അള്ളാഹു കൊണ്ടുകൊടുക്കും. 3, ഏറ്റവും മനോഹരമായ ശബ്ദം. അവിടുന്ന് പറയുന്നു, ആ മനുഷ്യൻ ഖുർആൻ ഓതുമ്പോ വ്യഭിചരിക്കാൻ പോകുന്ന പെണ്ണുപോലും വന്നിരിക്കുമായിരുന്നു. പറവകളെ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ വന്നിരിക്കുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ് കളിയാക്കാനുള്ള ദിക്റല്ല, അത് തൗബയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹല്ലദീ എന്നാണ് പൊന്നുമോനെ പറയേണ്ടത്. പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നീ എപ്പോഴും ഇത് പറയടേ. ലോകത്തിന്റെ നേതാവ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഒരു ദിവസം പറഞ്ഞത് സുബ്ഹാനല്ലാഹല്ല, അൽഹംദുലില്ലാഹല്ല, അല്ലാഹു അക്ബർ അല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ എല്ലാ ദിവസവും 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം പ്രവാചകൻ അവിടെന്ന് പറയുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ ലോകത്തിന്റെ നേതാവ് പറഞ്ഞ ഇസ്തിഗ്ഫാറ, ലോകത്തിന്റെ നേതാവ് പറഞ്ഞ ദിക്റാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയാറുള്ളത്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറ സ്വഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയാറ്. സ്വഹാബികൾ അതാ അസ്തഗ്ഫിറുല്ലാഹ് പറയുകയാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, നബിയേ, എന്തിനാ 70 എന്ന് പറഞ്ഞത്? 70 എന്ന് എണ്ണം പറയാറുള്ള കാരണം എന്താ? ചെറുപ്പക്കാരാ, പറയാ മടിക്കുന്നു. എടാ, ഇന്ന് 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയാതെ ഉറങ്ങുന്നു. ഇന്നത്തെ ദിവസം മുതൽ ഇവിടെ നിന്ന് തൗബ ചെയ്തിട്ട് പിരിയുകയാണ്. അല്ലാഹുവേ, 2019 അല്ലാഹുവേ, എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ആത്മാർത്ഥമായിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം 70 പ്രാവശ്യം പറഞ്ഞ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം. ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മനുഷ്യൻ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ ഇന്നത്തെ ദിവസം നീ ചെയ്ത 700 പാവങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 700 പാവം അല്ലാഹു പുറത്തു തരികയാ. എന്താടാ വേണ്ടത്? നിനക്ക് എന്തേ വേണ്ടത്? ഇന്ന് ചെയ്ത 700 പാവങ്ങൾ അല്ലാഹു പുറത്തു തരണമെങ്കിൽ 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറഞ്ഞാ പുറത്തു തരുമെങ്കിൽ അത്രയെങ്കിലും നിനക്കൊന്ന് കുറച്ചുകൂടെ, അത്രയെങ്കിലും നിനക്കൊന്ന് കുറച്ചുകൂടെ. അല്ലാഹുവേ, ഇന്ന് മുതൽ ഇസ്തിഗ്ഫാർ പറയാ. ഞങ്ങൾ
ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇന്ന് മുതൽ 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയും. ഇന്നത്തെ രാത്രി പറഞ്ഞിട്ടേ ഉറങ്ങാവൂ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. തീരുമാനിക്കുന്നവർ കൈവക്ക്. ഇന്നത്തെ കാര്യം ഞാൻ ചോദിക്കും, നാളെ മുതൽ നിന്റെ ഇഷ്ടം. കൈവക്ക്. എന്തേ പ്രതിഫലം? പ്രതിഫലം കേട്ടോ. കൈ പൊക്കിയവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം. കൈ പൊക്കിയവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം. പൊക്കാത്തവൻ കരഞ്ഞു. പൊക്കാത്തവൻ കരയുന്നത് കേട്ടോ. ഒന്ന്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന് ചെയ്ത 700 പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വൈകുന്നേരം കിടന്നുറങ്ങുന്നതിന് മുമ്പ് നീ 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറഞ്ഞ ഇന്ന് ചെയ്തത് മുഴുവനും പോയി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. 2, കൈവക്കാ മനസ്സില്ലാത്തവര് ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ പടച്ച റബ്ബ് സ്വർഗ്ഗം തരുമടോ. ഒരു ഇസ്തിഗ്ഫാർ പറഞ്ഞ അല്ലാഹു നിനക്ക് സ്വർഗ്ഗം തരും. അത് പറയാ മനസ്സില്ലാത്തവര് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നവര് മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം അല്ലാഹു അവന് താങ്ങാൻ കഴിയാത്ത വേദന കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു നിനക്ക് തരൂലോ. താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു നിനക്ക് തരില്ലോ. കുറച്ചവരെ താങ്ങാൻ കഴിയാത്ത വേദനയുണ്ടോ? കുറച്ചവരെ എന്റെ പ്രിയ സുഹൃത്ത് തസ്ലീം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അല്ലാഹുവേ അവന്റെ പ്രിയപ്പെട്ട പിതാവ് മണ്ണറയിലാണ്. ആ ഖബർ വിശാലമാക്കണേ അല്ലാ. കുറച്ചവനെ പൊന്നുമോനെ പോലെ സ്നേഹിക്കുന്ന ഉമ്മയാണ്, നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഇന്ന് വേദന കയറുമ്പോഴും പറഞ്ഞു, ഉസ്താദേ ഇന്നലെ ക്യാൻസർ പിടിച്ചു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കാണാൻ പോയ കഥയാ. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറയുന്നു, ഉസ്താദേ അതാ 21 വയസ്സുള്ള കാണാനടകുള്ള സുന്ദരിയായ പെണ്ണ് എന്നെ വിവാഹം കഴിച്ച ചെറുപ്പക്കാരന് ക്യാൻസർ എന്ന് പറയുന്ന മാരക രോഗം പിടിച്ചിട്ട് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഒരവസ്ഥ കാണുകയാണ്. മോളോട് എല്ലാവരും പറഞ്ഞു, നിക്കാഹില്ലേ കഴിഞ്ഞുള്ളൂ, അതുകൊണ്ട് ഈ ക്യാൻസർ പിടിച്ചു കിടക്കുന്നവൻ എപ്പോഴാണ് മരിക്കുന്നത്, അതുകൊണ്ട് കളഞ്ഞിട്ട് വരാൻ പറയുമ്പോ അല്ലാഹുവേ എനിക്ക് മരിക്കുന്നത് വരെ ഇതാണ് എന്റെ ഭർത്താവ്, ഞാൻ ഈ മനുഷ്യന്റെ മൂത്രം വാരാന് കാഷ്ടം വാരാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് സുന്ദരിയായ ഭർത്താവിന്റെ കഴുത്തറുത്തിട്ട് ഓടുന്ന പെണ്ണുങ്ങളുടെ കാലത്ത് പ്രായം ചെന്ന മക്കളെ കെട്ടിച്ച ഉമ്മമാര് വരും. അതാ വികാരം തീർക്കുന്നതിന് വേണ്ടി കാമം മൂക്കുമ്പോ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെണ്ണുങ്ങളുടെ കാലത്ത് ഭർത്താവിന്റെ മുഖത്ത് ആസറ്റൊഴിച്ചു കൊല്ലുന്ന പെണ്ണുങ്ങളുടെ കാലത്ത് അല്ലാഹുവേ ഇതുപോലെ ഒരു പെണ്ണുണ്ടല്ലോ. ഖദീജ ബീവിയുടെ ചരിത്രം പറയുമ്പോ, ആയിഷ ബീവിയുടെ ചരിത്രം നിങ്ങൾ പറയുമ്പോ, ഇന്നലെ ജീവിച്ചിരുന്ന ഒരു ഖദീജയെ കണ്ടെന്ന് പറയുമ്പോ പഠിച്ചവനെ മാരക രോഗം പിടിച്ചവന്നോ ആർക്കാ സഹിക്കാൻ കഴിയാ. പനി പടരുന്നത് പോലെ ക്യാൻസർ പടരുന്ന കാലമല്ലോ, കുഞ്ഞുങ്ങൾക്ക് വരെ ക്യാൻസർ പിടിക്കുന്ന കാലമല്ലോ. ഏത് വാപ്പയ്ക്കാ താങ്ങാൻ കഴിയാ, ഏത് ഉമ്മയ്ക്കാ താങ്ങാൻ കഴിയാ. അല്ലാഹുവേ ആ ചെറുപ്പക്കാരന് നീ ശിവ കൊടുക്കണേ തമ്പുരാന്, കരുണ കാണിക്കണേ തമ്പുരാന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹു തന്നെ നാവുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് 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 പറഞ്ഞാ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം, നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു നിനക്ക് തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, സ്വന്തം മക്കളുടെ മയ്യത്ത് കാണാൻ നിന്നെ കൊണ്ട് കഴിയുമോ വാപ്പാ? നിന്റെ പൊന്നാര മക്കളുടെ ജനാസ കാണാൻ നിന്നെ കൊണ്ട് കഴിയുമോ പെങ്ങള്? പടച്ചവനെ ഇന്നലെ ഞാനൊരു മരിച്ച വീട്ടിലേക്ക് കിടന്നു ചെന്നു. ഈ കാസർഗോഡ് ജില്ലയില് അല്ലാഹുവേ ഒരു പൊന്നുമോ വാസിത്ത് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന വാസിത്ത് എന്ന് പറയുന്ന ഒരു മുതഅല്ലിമായ പൊന്നുമോ. അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ പഠിച്ചവരാ, കഴിഞ്ഞ വർഷം റമളാനിൽ ഖുർആൻ ഓതിയവനാ. അവന്റെ വീട്ടിലേക്ക് കടന്നു
ചെല്ലുമ്പോ എല്ലാവർക്കും അവനെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. ഭക്ഷണം കഴിക്കാൻ പോകുന്ന വീട്ടിലെ സഹോദരന്റെ കണ്ണ് നിറയുകയാ. പടച്ചവനെ, ഞാൻ സംസാരിക്കുമ്പോ ഇന്നലെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അതാ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിലെ സഹോദരൻ പോലും കരയുകയാ. അത്രയ്ക്ക് നല്ല ചെറുപ്പക്കാരനാ. മോനെ, മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ പോയതാ. മരിച്ച വീട്ടിലേക്ക് ഖുർആൻ ഓതാൻ പോയതാ. ബൈക്കെടുത്ത് കൊണ്ട് പോകുമ്പോ അതാ പടച്ച റബ്ബിന്റെ തീരുമാനം കടന്നു വന്നു. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം സാബിത്ത് എന്ന് പറയുന്ന പൊന്നുമോന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവേ, ബൈക്കതാ പാഞ്ഞു പതാ ബസിന്റെ അടിയിലേക്ക് കയറി. റബ്ബേ, പൊന്നുമോൻ അല്ലാഹുവിന്റെ പരലോകത്തേക്ക് യാത്രയാകുമ്പോ എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും കൂടെ ഇന്നലെ പറഞ്ഞപ്പോ ഞാൻ ആ പൊന്നുമോന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. തന്റെ പൊന്നാര മകന്റെ ജനാസ ഖബറടക്കിയിട്ട് നമസ്കാരം കഴിഞ്ഞ് വാപ്പ വീട്ടിലേക്ക് വരുന്ന രംഗവാ. റബ്ബേ, കാണേണ്ട താമസം ചാലത്ത് വന്നിരുന്നിട്ട് എന്ത് പറയണമെന്നറിയില്ല. തന്റെ പൊന്നാര മകന്റെ മരണം കബറടക്കിയിട്ട് തിരിച്ചു വന്നിട്ട് ആ പിതാവ് കരൾ താങ്ങാൻ പറ്റുമോ? മോനെ, അസ്തഗ്ഫിറുല്ലാഹ് പറയടാ. നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു നിനക്ക് തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ചാവക്കാടിന്റെ പരിസരത്ത് വഅദിന് പോയപ്പോ ഒരു പ്രിയപ്പെട്ട മാതാവിനെ കാണുകയോ. അല്ലാഹു ആ പെണ്ണിന് കൊടുത്ത പരീക്ഷണം എന്തെന്നറിയോ? എന്റെ പുത്തൂരുള്ള പെങ്ങള് ഡിസംബർ 31 ഒരുമിച്ച് കൂടിയ ഉമ്മമാരെ, ഒരു ഉമ്മാനെ കണ്ടു മോളെ. അതാ നാളെ രാവിലെ ഗൾഫിൽ നിന്ന് വരുന്നതിന് വേണ്ടി ടിക്കറ്റ് എടുത്തിട്ട് കാത്തു നിന്ന ഭർത്താവ് രാത്രി കിടന്നതാ മയ്യത്താ കൊണ്ടുവന്നത്. പടച്ചവനെ, ഈ കഴിഞ്ഞ നബിദിനത്തിന് അതാ തന്റെ പൊന്നാര മകന്റെ ബൈക്കിന്റെ പുറകിലിരുന്നിട്ട് പോകുമ്പോ ഉമ്മാനെ പുറകിലിരുത്തിയിട്ട് ബൈക്ക് ഓടിപ്പിക്കുന്ന ചെറിയ പൊന്നുമോ അവന്റെ തലയുടെ മുകളിലേക്ക് തെങ്ങം വന്ന് വീഴുകയാ. ബൈക്ക് ഓടിച്ചു കൊണ്ടിരിക്കുന്ന പൊന്നുമോന്റെ തലയുടെ മുകളിലേക്ക് തെങ്ങങ്ങ് വന്ന് വീഴുമ്പോ അല്ലാഹുവേ, തന്റെ കണ്ണിന്റെ മുന്നിൽ കിടന്ന് തന്റെ പൊന്നാര മകനെ പിടഞ്ഞു മരിക്കുകയാ. അമ്മ പറഞ്ഞു, ഉസ്താദേ വിഷമമില്ല, എന്റെ കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ടാ അവനെ കൊണ്ടുപോയത്. എന്തൊരു പ്രകാശമായിരുന്നെന്നറിയോ? എന്റെ മുഖത്തെന്തൊരു പുഞ്ചിരിയായിരുന്നെന്നറിയുവോ? നിങ്ങളെ നിന്നെ കൊണ്ട് ഇങ്ങനെ ഒരു താങ്ങാൻ കഴിയുമോ? അല്ലാഹു ഒരു പരീക്ഷണം തന്നാ താങ്ങാൻ കഴിയോ? അല്ലാഹുവേ, അങ്ങനെ ഒരു ഗതി ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങളെ പോറ്റി വളർത്തുന്നോ, ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തുന്നോ, ഞങ്ങളുടെ പൊന്നാര മക്കളുടെ ജനാസ കാണേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. ഞങ്ങളുടെ നെഞ്ചത്ത് കിടന്നുറങ്ങിയോ, ഞങ്ങളുടെ നെഞ്ചത്ത് കിടന്ന് കളിച്ചോ, ഞങ്ങളുടെ മക്കളുടെ നെഞ്ചിന്റെ മുകളിലേക്ക് പിടിമണ്ണ് വാരിയിടേണ്ട അവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരികയോ. ആർക്ക് വേണ്ടിയെന്നറിയോ? ഈ നാട്ടിലെ പാവപ്പെട്ട പെൺമക്കൾക്ക് വേണ്ടിയോ? ആരും സഹായിക്കാനില്ലാത്ത സൈതനമെന്ന് പറയുന്ന അനാചാരത്തിന്റെ പിടിയിൽപ്പെട്ടിട്ട് 30 കൊല്ലമായി 40 കൊല്ലമായി പടച്ചവനെ 10-35 വയസ്സായിട്ട് വിവാഹം കഴിച്ചു കൊടുക്കാൻ ഗതിയില്ലാതെ വീടിന്റെ അകത്തിരുന്ന് കരയുന്ന പാവപ്പെട്ട പെൺമക്കൾക്ക് വേണ്ടിയോ? മനസ്സറിഞ്ഞിട്ട് കൊടുക്കുമോ? മനസ്സറിഞ്ഞിട്ട് കൊടുക്കുമോ? എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് നല്ല ലക്ഷ്യങ്ങളാണ് ഇവരുടെ പിന്നിലുള്ളത്. അതാ പടച്ചവരെ, വർഷങ്ങളോളം പഴക്കമുള്ള ഒരു പള്ളിയല്ലേ, ആ പള്ളിയുടെ മുന്നിലല്ലേ ഇരിക്കുന്നത്. സംഘാടകരെ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരുമ്പോ ഓസിനാരും കൊടുക്കണ്ട, ഓടേണ്ടവൻ എഴുന്നേറ്റ് ഓടടാ, കൈകെട്ടിയിരിക്കേണ്ടവൻ ഇരുന്നോ, ഉറക്കം നടിക്കുന്നവൻ ഉറക്കം നടിച്ചോ. അല്ലാഹു പറഞ്ഞ പ്രതിഫലമ സദഖത്തു റദ്ദുൽ ബലാ.
വിപത്തുകളെ തട്ടി മാറ്റാൻ ഈ സദക്കയ്ക്ക് കഴിയുന്നോരേ. നീ കൊടുക്കുന്ന 10 രൂപയ്ക്ക് നിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസർ എന്ന് പറയുന്ന മാരക രോഗമുണ്ടെങ്കിൽ സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാ മാറുവോ മനുഷ്യ? മോനെ, ആ രോഗത്തിന് മരുന്ന്, ആ രോഗത്തിന് മാറ്റാറുള്ള മരുന്ന്, ആ രോഗത്തിന് മാറ്റാറുള്ള മരുന്ന്. നിന്റെ കിഡ്നി തകർന്നു പോയോ? ലക്ഷങ്ങൾ വേണ്ടേ സഹോദര? തസ്ലീം എന്ന് പറയുന്ന സഹോദരന്റെ കൂടെ പുറത്ത് റബ്ബേ ഓടിച്ചാടി നടന്ന ചെറുപ്പക്കാരനാ. റബ്ബേ, ഇന്ന് കിഡ്നി തകർന്നിട്ട് കിടക്കുകയാണ്. പടച്ചവനെ ശിവ കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലോ. പടച്ചവനെ തകർന്നു പോയാൽ എങ്ങനാ സഹോദര? ഒരു തുള്ളി മൂത്രം വരില്ലല്ലോ, നിനക്ക് സമാധാനത്തോടെ കിടക്കാൻ കഴിയില്ലല്ലോ. എന്റെ വീട്ടിലും കിടപ്പുണ്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പിതാവ്. 4 കൊല്ലമായിട്ട് പടച്ചവനെ ഒരു ദിവസം അല്ലാഹുവേ ഒരാഴ്ചയിൽ 3 ഡയാലിസ, 5 മണിക്കൂർ പടച്ചവരെ അകത്തേക്ക് കയറ്റിയാ റബ്ബേ തിരിച്ചിറങ്ങുന്നത് വരെ സമാധാനമില്ല. കാരണം പലരുടെയും ജനാസയാണ് കൊണ്ടിറങ്ങുന്നത്. റബ്ബേ, ആ പിതാവിന് ശിവ കൊടുക്കണേ അല്ലാ. കാണാൻ പോകുന്നവരോട് മുഴുവനും പറയും, 4 കൊല്ലമായി തന്റെ കൂടെ ഡയാലിസ് നടത്തിയ പലരും ഇന്ന് 6 അടി മണ്ണിന്റെ കത്താ. പക്ഷേ ആ മനുഷ്യനോട് ചോദിച്ചാ പറയും, എന്റെ മരുമോന് സദസ്സിൽ ദുആ ചെയ്യുന്നതിന്റെ മഹത്വവാ, സദസ്സിലെ ദുആഇന്റെ വില കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോ, അവിടുത്തെ സദക്കയുടെ പ്രതിഫലമാണെന്ന് പറയുമ്പോ മനസ്സറിഞ്ഞിട്ടൊരു സദക്ക കൊടുത്തോ വെറുതെയല്ല. നിന്റെ കുടുംബം വെച്ച് ചികിത്സിക്കേണ്ട രോഗം പാപ്പാ ഇതിനകത്ത് മാറിയേക്കാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അസ്സദഖത്തു റത്തുൽ ബലാ, വിപത്തുകളെ തട്ടിമാറ്റാൻ സദക്കയ്ക്ക് കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. അല്ലാഹു താങ്ങാൻ കഴിയാത്ത വേദന തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ ഞാൻ പോയി അബ്ദുൽ ബാസിത്ത് എന്ന് പറയുന്ന പൊന്നുമോൻ, അവൻ 6 അടി മണ്ണിന്റെ കത്ത. അല്ലാഹു അവന്റെ മണ്ണറ മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. കൂടെ സഞ്ചരിച്ച ചെറുപ്പക്കാരൻ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലില്ല. അല്ലാഹു ആ പൊന്നുമോന് ശിഫ കൊടുക്കുമാറാകട്ടെ, ശിഫ കൊടുക്കുമാറാകട്ടെ. മരിച്ച വീട്ടിൽ മയ്യത്ത് ഓതാൻ പോയതാ, മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ പോയതാ. അവന്റെ പോതന്റെ അവസ്ഥ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് 70 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് പറഞ്ഞൂടെ 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 മടുത്ത 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 ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 3ാമത്തെ പ്രതിഫലം കൂടെ കേട്ടോ. അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ പറഞ്ഞപ്പോ കൈപൊക്കാത്തവൻ, ഈ കൈപൊക്കിയവൻ അള്ളാഹു കൊടുക്കുന്ന 3ാമത്തെ പ്രതിഫലം കേട്ടിട്ട് തീരുമാനിക്കൂ വേണോ വേണ്ടയോ എന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറഞ്ഞ് ഓടേണ്ടവൻ ഇറങ്ങി ഓടട്ടെ. പെട്ടെന്ന് പറ, സല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഫാറൂഖ്, ഏത് ഫാറൂഖ്? ഉംറയ്ക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോ ഫാറൂഖ് എന്ന് പറയുന്ന ഒരു സഹോദരൻ HM ടിംബർ ദേർലക്കട്ടിലുള്ള ചങ്ങാതിയ, ഉസ്താദിന്റെ ഉംറയുടെ പൈസ ഞാൻ കൊടുത്തേക്കാന്ന് ആ സഹോദരൻ നിയത്ത് ചെയ്തു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എനിക്ക് ഉംറയ്ക്ക് പോകാനുള്ള പൈസ എന്താ ഒരു മടി, ആര് തന്നാലും സ്വീകരിക്കണം, അതെന്റെ മാന്യത. ഇവിടുത്തെ മുമ്പത്തെ പ്രസിഡന്റിന്റെ പെങ്ങടെ മോനാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ആ മനുഷ്യന്റെ സദഖ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആ പൈസ എന്തായാലും അദ്ദേഹത്തിന് ഇവിടെ ഉണ്ടോ? ആളുണ്ടോ? ആളെ കാക്കാരപ്പ സുഖല്ലേ? ആ പുഞ്ചിരി അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എന്തായാലും തസ്ലീം ഒരു 10-60,000 രൂപ ഒരു ഉംറയ്ക്ക് പോവാ. സലീമിച്ച എന്തേപ്പെടാൻ കണ്ടുണ്ടോ? സലീമിച്ചാർത്തി 1 രൂപ കേട്ടോ. ഇൻഷാ അല്ലാഹ്
അതിനൊരു പരിഹാരമുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്നിട്ട് നോക്ക്, അപ്പൊ ഓടുന്നില്ല അല്ലേ? നിർത്താറായി 11:30. ഇൻഷാ അല്ലാഹ് എന്തേ പ്രതിഫലം കേട്ടോ. അസ്തഗ്ഫിറുല്ലാഹ് ഇന്ന് മുതൽ പറയോ? ഒന്ന് കൈ പൊക്കിക്ക്. പ്രതിഫലം കേട്ട് ഇനി ചോദിക്കൂല ഞാൻ. അൽഹംദുലില്ലാഹ് കൊള്ളാം കേട്ടാ. രക്ഷയുണ്ട്. ഇന്നത്തെ പ്രസംഗം കൊണ്ട് പ്രയോജനമുണ്ട്. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഞാൻ നിർത്തിയേക്കാം. ആരും പോണ്ട. പോകുന്നവരൊക്കെ പോട്ടുപ്പാ. എനിക്കിപ്പോ അത്യാവശ്യമൊന്നുമില്ല. പോകുന്നവരൊക്കെ പോട്ടെ. അള്ളാഹു നമുക്ക് മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പെണ്ണുങ്ങളെ പോയി മേടിച്ചോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്താ? ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയമുള്ളവരെ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യരുമില്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണ് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറ്. അതുകൊണ്ട് അള്ളാഹു തരുന്ന പ്രതിഫലം കേട്ടോ. റസൂലുള്ളാഹ് പറയുകയാ 70 അസ്തഗ്ഫിറുല്ലാഹയുടെ പ്രതിഫലം 1. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു 700 പാപങ്ങൾ പൊറുക്കും. 2 താങ്ങാൻ കഴിയാത്ത വേദന അള്ളാഹു നിനക്ക് തരൂല. 3 അള്ളാഹു നിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മോനെ, ജീവിതത്തിൽ അള്ളാഹു നിന്നെ ഒറ്റപ്പെടുത്തൂല. വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൂടപ്പുറപ്പുണ്ട്, കുടുംബക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്. എന്നാൽ ഇവരാരും പ്രയോജനം ചെയ്യാത്ത ചില സമയങ്ങളുണ്ട്. ഇവരെ കൊണ്ട് ഉപയോഗമില്ലാത്ത സമയങ്ങളുണ്ട്. ഒറ്റയ്ക്ക് വീടിന്റെ അകത്തിരുന്ന് നെഞ്ചു പൊട്ടിയിട്ട് കരയുന്ന ചില സമയങ്ങളുണ്ട്. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, നിന്റെ മക്കളെ മുഴുവനും നിന്റെ കയ്യിൽ തന്നിട്ട് പള്ളിക്കുടിയിലേക്ക് പോയാ എങ്ങനെയാ ചെറുപ്പക്കാരാ? എടാ, നിന്റെ മക്കളെ മുഴുവനും നിന്റെ കയ്യിലേപ്പിച്ചിട്ട് നിന്റെ ഭാര്യ നിന്നെക്കാളും മുമ്പങ്ങ് പോയാ ഈ മക്കളെയും ചേർത്ത് പിടിച്ചിട്ട് വീടിന്റെ കത്തിരിക്കുന്ന രംഗമൊന്ന് ചിന്തിച്ചു നോക്ക്. പെങ്ങള്, എല്ലാരും നിനക്കുണ്ട്, ഭർത്താവിന്റെ കുടുംബക്കാരുണ്ട്. പക്ഷേ ആ ഭർത്താവ് പെട്ടെന്ന് പോയാ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന രംഗവാ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന രംഗവാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ദീർഘായുസ് തരണേ അല്ലാ. പടച്ചവനെ, ഭാര്യയും ഭർത്താവും ഒറ്റപ്പെട്ടു പോകുന്ന രംഗമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇസ്തിഗ്ഫാറിന്റെ 3ാമത്തെ പ്രതിഫലമാ പറഞ്ഞത്. 4 ഈ സദസ്സിലിരുന്ന് കൈവക്കിയ മനുഷ്യ മരിക്കുന്ന കാലത്തോളം ഈ ലോകത്ത് ഒരു പള്ളിയുടെ മുന്നിലും ഒരു പണക്കാരന്റെ വീടിന്റെ മുന്നിലും ഒരു സംഘടനയുടെ മുന്നിൽ പോയിട്ട് എന്റെ മക്കളെ കെട്ടിക്കാ പൈസയില്ല, മരുന്ന് വാങ്ങാ പൈസയില്ല, ഭക്ഷണം കഴിക്കാ പൈസയില്ല, ഓപ്പറേഷൻ ചെയ്യാ പൈസയില്ല, എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് നിനക്ക് യാചിക്കേണ്ട അവസ്ഥ അല്ല തരില്ലടാ പൊന്നുമോര്. അല്ലാഹു തരുന്ന 4ാമത്തെ പ്രതിഫലം, നിന്റെ അന്നം അല്ലാഹു മുട്ടിക്കൂല, നിന്റെ കുടുംബത്തെ അല്ലാഹു പട്ടിണിക്കിടൂല. അല്ലാഹു നിനക്ക് റിസ്കിൽ വിശാലത നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, 5ാമത്തെ പ്രതിഫലം കേട്ടോ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണ്ട്. അതാ മലക്കുൽ മൗത്ത് റൂഹ് പിടിച്ച്, അതാ സർവ്വ മലക്കുകളും റൂഹ് പിടിച്ച് കാലിന്റെ തള്ളവിരലിൽ നിന്ന് റൂഹ് പിടിച്ച് കൊണ്ടുവരുന്ന രംഗമുണ്ടല്ലോ. പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു, സ്വഹാബ, ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തന്ന നാവ് കൊണ്ട് നീ അവസാനമായിട്ട് നിന്റെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ റബ്ബേ ദഖലൽ ജന്ന, നിനക്ക് അല്ലാഹു സ്വർഗ്ഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ചെറുപ്പക്കാരാ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം കേട്ടോ.
അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഇന്നത്തെ രാത്രി ഈ സദസ്സിലിരുന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ 10 പ്രാവശ്യം നമ്മൾ 10 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ ഇരിക്കുന്നവർ എത്ര പ്രാവശ്യമാണ്? ആയിരക്കണക്കിന് പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് ദുആ ചെയ്യുകയാ. അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ മരിക്കാൻ കിടക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരും നിനക്ക് പറഞ്ഞു തരണ്ട, ഒരാളും വേണ്ടടോ, ഒരാളും വേണ്ടടോ. നിന്റെ ചെവിയുടെ ഭാഗത്തിരുന്നിട്ട് വാപ്പ പറഞ്ഞു തരണ്ട, ഉമ്മ പറഞ്ഞു തരണ്ട, മക്കള് പറഞ്ഞു തരണ്ട, കൂട്ടപ്പുറപ്പ് പറഞ്ഞു തരണ്ട, കൂട്ടുകാര് പറഞ്ഞു തരണ്ട, കുടുംബക്കാര് പറഞ്ഞു തരണ്ട. മോനെ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ നാവ് കൊണ്ട് നിനക്ക് പറയാ കഴിയുമടാ. എവിടെ നോക്കിയിട്ടെന്നറിയുമോ? എവിടെ നോക്കിയിട്ടെന്നറിയുമോ? ഇന്ന മലക്കുൽ മൗതി മക്തൂബൻ അലാ ജബഹതിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഇദാ റആഹൽ മുഅ്മിനു തദക്കറു ശഹാദ. ഇതിനെക്കാളും ഒരു പ്രതിഫലം പറയാറ്, ഇതിനെക്കാളും ഒരു പ്രതിഫലം പറയാനില്ല പൊന്നുമോരെ. അല്ലാഹു തന്ന നാവ് കൊണ്ട് ഏതൊക്കെയോ വൃത്തികേടുകൾ പറയുന്ന നാവ് കൊണ്ട്, പടച്ചവരെ മോശമായ കാര്യങ്ങൾ പറയുന്ന ഈ നാവ് കൊണ്ട്, ഇസ്ലാമിനെ നാണം കെടുത്തുന്ന യുവത്വത്തിന്റെ നടുവില് ശവപ്പെട്ടിക്കകത്തുറപ്പ് കല്യാണം കഴിഞ്ഞു വരുന്ന ചെറുപ്പക്കാരൻ അതാ ശവപ്പെട്ടിക്കകത്ത് വീട്ടിലേക്ക് കയറി വരുന്ന കാലമല്ലേ. ആരാമോനെ, ആരാമോനെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാര്യമാണോ? വിവാഹം കഴിഞ്ഞ് ശവപ്പെട്ടിക്കകത്ത് കയറി വരുന്ന അത്രയ്ക്കും ചങ്കൂറ്റമുള്ള ചെറുപ്പക്കാരുടെ കാലമാ. സ്വന്തം മാതാവിന് വീടിന്റെ മുന്നിൽ കുടിയെടുത്തിടുന്ന മക്കളുടെ കാലം. ജീവിച്ചിരിക്കുന്ന ഉമ്മയ്ക്ക് തന്റെ വീടിന്റെ മുന്നില് 6 മണ്ണിന്റെ കബറും കുടിച്ചിട്ട് ഈസാങ്കല്ലും മേടിച്ചു വെക്കുന്ന മക്കളുടെ കാലമാ. അല്ലാഹുവേ, ഈ സമുദായത്തിന് നീ ഈമാൻ കൊടുക്കണേ അല്ലാഹ്. ചെറുപ്പക്കാരാ, വല്ലാത്ത പഠനത്തിന്റെ മുകളിലൂടെ നടന്നു പോകുമ്പോ മനുഷ്യന് സാർത്ഥതയ്ക്ക് വേണ്ടി ഏത് വൃത്തികേടുകളും കാണിക്കുന്ന കാലഘട്ടത്തിലൂടെയാ കടന്നു പോകുന്നത്. മനുഷ്യന്റെ സ്വന്തം നിലനിൽപ്പുകൾക്ക് വേണ്ടി, അവന്റെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും എന്തിന് പരിശുദ്ധ ദീനിനെ പോലും വിറ്റുകളയുന്ന, പരിശുദ്ധ ദീനിനെ പോലും മറയാക്കുന്നവരുടെ കാലത്തുകൂടെയാ കടന്നു പോകുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിനെ വെച്ച് പോലും കളിക്കുന്നവരുടെ കാലമാ. എന്റെ പ്രിയപ്പെട്ടവര്, അടുത്തൊരു മനുഷ്യൻ കയറിയിരുന്നിട്ട് മുസ്ലിമിന്റെ പേര് കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ. അല്ലാഹുവേ, ആ മനുഷ്യനല്ല ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാ. അദ്ദേഹത്തിന്റെ മഹത്വവും പവിത്രതയും മനസ്സിലാക്കി ആ സ്ഥാനത്തിന് ബഹുമാനിച്ചുകൊണ്ട് പറയുകയാ. ഒരിക്കലും ആ സ്ഥാനത്തിരുന്നിട്ട് പറയേണ്ട കാര്യമല്ല. സ്വന്തം നിലനിൽപ്പുകൾക്ക് വേണ്ടി, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ മുസ്ലിമീങ്ങൾ മാത്രമേ കടക്കുകയുള്ളൂ. എങ്ങനെ കഴിയുന്ന സഹോദരാ, എങ്ങനെ കഴിയുന്നടോ? 5 നേരം നീ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവനല്ലേ, നിസ്കരിക്കുന്നവനല്ലേ, കേറിയിരുന്നിട്ട് മുസ്ലിമിന്റെ പേരും വെച്ചിരുന്നിട്ട് കേറി മൈക്കിന്റെ മുന്നിലിരുന്നിട്ട് ചോദിക്കുകയാ മുസ്ലിമീങ്ങൾ മാത്രമേ സ്വർഗ്ഗത്തിൽ പോകുള്ളൂ. എന്റെ സഹോദരാ, ഇന്ന് നിന്റെ കൂടെ ആളുണ്ട്, നിനക്ക് കൈയടിക്കാല് പ്രോത്സാഹനം തരാറ്, എല്ലാത്തിനും നിന്റെ കൂടെ ആളുണ്ട്. പക്ഷേ ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന ഖുർആൻ, ആ മനുഷ്യനും വിശ്വസിക്കുന്ന ഖുർആനാ പറയുന്നത്. ഒരു ദിവസം നിന്റെ മുന്നിലേക്ക് മലക്കുകൾ കടന്നു വരും. മലക്കുൽ മൗത്ത് അസ്റായീൽ കാണേണ്ട താമസം പിടഞ്ഞു വീഴുമല്ലോ. ആരുമുണ്ടാകില്ല, ആരുമുണ്ടാകില്ല. ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ ചോദിക്കുകയാ, ഇതാ ബലഗതി തറാഖിയ വകീല മൻ റാഖ വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق.
അസ്റായിലും അനുയായികളും പറയും വിളിക്കടാ, കൈയടിച്ചവനെ വിളിക്കടോ, കൂടെ നിന്ന് ജയ് വിളിച്ചവനെ വിളിക്കടോ, അല്ലാഹുവിന്റെ ദീനിന്റെ മുകളിൽ കൈവച്ചവരെ, നിന്റെ കൂടെ കൂടിയവരെ മുഴുവനും വിളിക്കടാ, നിന്നെ കൊണ്ടുപോകാൻ പോകുകയാ, ആരെ വേണമെങ്കിലും വിളിക്കടാ എന്ന് പറയുമ്പോ ഈ പറഞ്ഞ നാവുകൊണ്ട് നീ ഒരിക്കലും മറന്നു പോകരുത്. ആരുമാകട്ടെ അല്ലാഹുവിന്റെ ദീനിന്റെ മുകളില്, ശരീഅത്തിന്റെ മുകളില് അല്ലാഹുവിന്റെ സ്വർഗത്തിനെ പോലെ ചോദ്യം ചെയ്യുന്ന കാലം കടന്നു വരുമ്പോ എവിടെ പോയാലും വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, പടച്ച റബ്ബിന്റെ മുന്നിൽ ഒരു ദിവസം പോയി നിൽക്കേണ്ടവനാ, എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ, ആ ദിവസത്തെ ഓർക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് സഹോദരാ, മോഹമില്ലേ, മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണോ? ആഗ്രഹമുണ്ടോ ചെറുപ്പക്കാരാ? ഈ രാത്രിയില്, ഈ ഡിസംബർ 31 രാത്രിയിൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഉസ്താദേ അസ്തഗ്ഫിറുല്ലാഹ് പറയാ തയ്യാറാ? എനിക്കൊന്നുമില്ലോ, എനിക്ക് ആരുടെ മുന്നിൽ നാണം കെട്ടാലും എനിക്കൊന്നുമില്ലോ, എനിക്ക് റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടണം, എനിക്ക് ഈമാനോടുകൂടിയുള്ള ഒരു മരണം വേണം. അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ തീരുമാനിച്ചവര് അല്ലാഹു തരുന്ന പ്രതിഫലമെന്നറിയോ? അതാ കാലിന്റെ തള്ളത്തിൽ നിന്ന് റൂഹ് പിടിച്ചു, മുട്ടുവരെയെത്തി, അരവരെയെത്തി, നെഞ്ചുവരെയെത്തി, കഴുത്തിന്റെ ഭാഗം വരെയെത്തി, അവസാനം തൊണ്ടക്കുടിയുടെ ഭാഗത്ത് നിന്ന് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ആ റൂഹ് വലിച്ചെടുക്കുന്ന അവസാന സമയമുണ്ടല്ലോ, കൈവക്കിയ മനുഷ്യ, നിയ്യത്ത് ചെയ്ത മനുഷ്യ, നിന്റെ റൂഹ് പിടിക്കുന്ന മലക്കിന്റെ നെറ്റിയിലൊന്ന് നോക്കടാ, നിന്റെ റൂഹ് പിടിക്കുന്ന മലക്കിന്റെ നെറ്റിയിലേക്ക് നോക്ക്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വായിച്ചിട്ട് മരിക്കാൻ കഴിയും ചെറുപ്പക്കാരാ, തൗബ ചെയ്യുന്നവന്, ഇസ്തിഗ്ഫാർ ചെയ്യുന്നവന്, നിനക്കത് വായിച്ചിട്ട് മരിക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തെഴുതി വെച്ചിട്ടുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, വായിച്ചിട്ട് പോ. അതിനാടാ മരണം എന്ന് പറയുന്നത്. അങ്ങനെ അന്തസ്സോടെ മരിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എടുത്തൊരു ചങ്ങാതി കയറി ഇരുന്നിട്ട് ചോദിക്കാം, മുസ്ലിമീങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ, എന്താ ആലോചിക്കും? മുസ്ലിമീങ്ങൾ മാത്രമേ പോകത്തുള്ളൂ, ബാക്കിയുള്ളവരൊന്നും പോകത്തില്ല. എവിടെ എത്തിയെന്നറിയോ മനുഷ്യൻ? എവിടെ എത്തിയെന്നറിയോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൂടി പോകണ്ട്. ഈ ലൈവായ ഈ വയലിൽ ലൈവായത് കൊണ്ട് ഞാൻ പറയണില്ല. എന്തൊരു എന്താണെന്നറിയോ? ഓനാണ് മുസല്ല വിരിച്ചിട്ട് റോഡിൽ നിസ്കരിക്കുന്നത്. ഫോട്ടോ അല്ലാഹു അഅലം, കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹ് പറ ചങ്ങാതിമാരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെ ഭൂകമ്പവും ഇടിവെട്ടൊക്കെ ഉണ്ടായില്ലെങ്കിൽ അല്ലേ? അല്ലാഹ് തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, മറ്റൊരു മനുഷ്യൻ നന്മ ചെയ്തു കഴിഞ്ഞാൽ അവനുള്ളത് അല്ലാഹു ദുനിയാവി വെച്ചെന്നെ കൊടുക്കും. ഇവിടെ ചോദിക്കണം, അവൻ പോവില്ലേ ഇവൻ പോവില്ലേ? ഓൻ പോവെന്ന് ആദ്യം നോക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം നല്ല മരണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദുആ ചെയ്താൽ സ്വീകരിക്കണമെങ്കിൽ മൂന്നാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാർ പറയുക, അസ്തഗ്ഫിറുല്ലാഹ് പറയുക. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 രണ്ടെണ്ണം കൂടെ പറയാൻ സമയം ഉണ്ടാവുമോ? നിർത്താറായില്ലേ? 12 മണിക്ക് ദുആ ചെയ്യണ്ടേ? ചെയ്യണ്ടേ? 5 മിനിറ്റ് ലൈറ്റ് അണയ്ക്കുന്ന സമയമല്ലേ അത്? 11:55 മുതൽ ആ 12 ലൈറ്റ് അണയ്ക്കുന്ന സമയം. മുമ്പിൽ നിൽക്കുന്നത് അമ്മയാണെങ്കിലും കയറി പിടിക്കുക. ഇരുട്ടത്തെ എറണാകുളത്തൊക്കെ പോയാൽ, നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ട്, എറണാകുളത്തൊക്കെ നോക്കി നിന്നോണം, ഇങ്ങനെ നിന്നോണം. ലൈറ്റ് അങ്ങോട്ട് അണയ്ക്കും, പിന്നെ എന്തൊരു 5 മിനിറ്റ് ഒന്നുമില്ല. അവസാനം പിടിച്ചു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ അമ്മയായിരിക്കും മുന്നിൽ നിൽക്കണേ, പെങ്ങളായിരിക്കും. അല്ലാഹു അഅലം. കാലം എവിടെ എത്തി നിൽക്കണം? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.
എല്ലാം കൂടെ ഇടിഞ്ഞ് തലേ വീഴാറായി കേട്ടോ, എല്ലാം കൂടെ ഇടിഞ്ഞ് തലേ വീഴാറായിട്ടുണ്ട്. അവനവന്റെ കാര്യം നോക്കി നടന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാ 6 കാര്യത്തിൽ 4ാമത്തെ കാര്യം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, നബി ഉദ്ഉല്ലാഹ അയ്യജഅലനി മുസ്തജാബ ദഅവ, എന്റെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നതിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ. നബിയുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് പറയും, അള്ളാഹു എന്റെ ദുആ സ്വീകരിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഒരു മനുഷ്യന്റെ ദുആ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ 4ാമത്തെ മാനദണ്ഡം, അവൻ ഹറാമ് ഭക്ഷിക്കാൻ പാടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. തിന്നണത് പലിശ പൈസയാ. പെണ്ണും പിള്ളയ്ക്കും മക്കൾക്ക് മൊത്തം പലിശയുടെ പൈസയാ. അല്ല, പലിശയുടെ പൈസ കൊടുത്ത് ചോറും കറിയും മേടിച്ചു കൊടുത്ത് ഇട്ടിരിക്കുന്നത് പലിശ പൈസ ഹറാമ്, തിന്നിരിക്കുന്നത് ഹറാമ്, രക്തത്തിലൂടെ ഓടുന്നത് ഹറാമ്. എന്നിട്ട് ഇരുന്നിട്ട് അല്ലാ അല്ലാ എന്ന് വിളിച്ചാ കേൾക്കോ? അല്ലാ പറചങ്ങാതിമാരെ കേൾക്കോ? പറചങ്ങാതിമാരെ കേൾക്കോ? എടാ, സ്വന്തം രക്തത്തിൽ പലിശ തിന്നണേ എന്നടിച്ചു വയ്ക്കേ. പലിശ എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ പ്രിയപ്പെട്ട, ഇവിടെ എന്താ അതിന് പറയാ? വണ്ടി. എന്തായാലും കാര്യം മനസ്സിലായല്ലോ. പലിശ 72ഓളം ഭാഗങ്ങളുണ്ടെന്ന്. അതിൽ ഏറ്റവും ചെറുതെന്തെന്നറിയോ? ഈ ഇരിക്കണ ഏതെങ്കിലും ഒരു മനുഷ്യൻ പലിശയുടെ പൈസ കൊടുത്ത് 1 കിലോ അരി വാങ്ങി നിന്റെ വീട്ടിൽ കൊണ്ടുപോയി നിന്റെ മക്കൾക്ക് കൊടുക്കുമ്പോൾ നീ ചിന്തിച്ചോണം, നിന്റെ ഉമ്മാനെ 32 പ്രാവശ്യം വ്യഭിചരിച്ചതിന് തുല്യവാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പലിശ തിന്നുന്നത് നിസ്സാരമാണെന്ന് നീ കരുതിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പലിശ അല്ലാഹുവിൻ പാപങ്ങൾ പലിശ തീറ്റി എഴുതുന്നവനും കൂടുന്നവനും എല്ലാം പോക്കാം. പലിശ കച്ചവട പലിശ എഴുതുന്നവനും വരെ നരകവാ. കൂട്ടു നിൽക്കുന്നവനും സാക്ഷി നിൽക്കുന്നവരെ. ഇപ്പൊ താടി ഹാജിയാക്കന്മാരാ പലിശ കച്ചവടം നടത്തുന്നത്. ഹജ്ജിന് പോയിട്ട് വന്നവന്മാര് പോലും ഇപ്പോ പലിശ കച്ചവടം നടത്തുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പള്ളി നിൽക്കുമ്പോൾ അല്ലോ നിസ്കരിക്കാൻ 1ാമത്തെ സഫിലുണ്ട്. 1ാമത്തെ സഫിൽ അല്ലോ കൈകെട്ടനെ കെട്ട ഇത്രയും പൊക്കിയിട്ടാ കെട്ടണം. അല്ലാ, അടുത്ത് നിൽക്കുന്നവന്റെ തലയിൽ കൂടെ ഒക്കെ കൈകെട്ടണം. ചില ആൾക്കാർ അടുത്ത് നിൽക്കുന്നവന്റെ തലയിൽ ഇങ്ങനെ ഒരു കെട്ടുണ്ട്. പോക്കറ്റിൽ നോക്കിയാൽ 2000ന്റെ നോട്ടാലിരിക്കണം. കാരുണ്യയുടെ ലോട്ടറി. ഇങ്ങനെ പള്ളിയുടെ 1ാമത്തെ സഫില് മോദി സാഹിബിന്റെ അടുത്ത് ഇക്കൊണ്ടല്ലോ ഇമാമിന് നിസ്കാരം തെറ്റിയ ചാടി കയറേണ്ടവനാ. പുറകെ നിൽക്കുക. ഇമാമിന് നിസ്കാരം തെറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് ചാടി കയറണം. ഇമാമിന്റെ തൊട്ട് പുറകെ നിൽക്കുന്നവൻ. ഇമാമ സലാം വെട്ടിയിട്ട് ഇവനെ ഇങ്ങനെ നോക്കുമ്പോ ഇവ ഇരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പോക്കറ്റ് ഇരിക്കൊണ്ട് എന്ത് ലോട്ടറി. ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ ഉണ്ടപ്പാ. ലോട്ടറി, എളുപ്പ പൈസ. കോടി 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 1 കോടി 1 കോടി 1 കോടി എന്ന് പറഞ്ഞിട്ടൊക്കെ ഇതാവസ്ഥ. കോടി ഇതിന്റെ ഒടുക്കത്തെ കോടിയായി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സഹോദര, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹലാലും ഹറാമെന്ന് ആരും നോക്കണില്ല. ആരാ നോക്കണേ? എടാ, സ്വന്തം വാപ്പാടെ മയ്യത്ത് കബറിൽ കൊണ്ടുവച്ചിട്ട് ഒരു മോൻ നിന്ന് കരയി അള്ളഹാനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യ, അല്ലാ എന്റെ വാപ്പയ്ക്ക് സ്വർഗം കൊടുക്കല്ല. ഒരു കുഞ്ചുമോൻ, ഒരു പാപവും ചെയ്യാത്ത പ്രായപൂർത്തിയാകാത്ത ഒരു മകൻ തന്റെ വാപ്പാന്റെ കബറിന്റെ ചാരത്ത് നിന്ന് നെഞ്ചു പൊട്ടിക്കിട്ട് ദുആ ചെയ്യുമ്പോ അല്ല പറയും, മോനെ നീ ദുആ ചെയ്യുന്നത് കാണുമ്പോ എനിക്ക് സങ്കടം ഉണ്ടടാ, പക്ഷെ നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. നിന്റെ ദുആ ഞാൻ സ്വീകരിക്കൂല. കാരണം എന്തേ? നീ ഇട്ടിരിക്കുന്നത് ഹറാമായ വസ്ത്രം. മൽബസുഹു ഹറാം. മോനെ, നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമ്, നീ കഴിക്കുന്ന ഭക്ഷണം ഹറാമ്, നിന്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തം ഹറാമ്. ഈ ഹറാമ് തിന്ന് നീ ദുആ ചെയ്താൽ ഞാൻ എങ്ങനെ സ്വീകരിക്കും? സ്വന്തം വാപ്പാന്റെ കബറിന്റെ ചാരത്ത് പോയി ദുആ ചെയ്താൽ പോലും സ്വീകരിക്കൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും വളഞ്ഞ വഴി എത്ര പെട്ടെന്ന്, എങ്ങനെയാ പെട്ടെന്ന് പണക്കാരനാകാൻ പറ്റുക? എങ്ങനെയാ പെട്ടെന്ന് പണക്കാരനാകാം? അതെല്ലാരും നോക്കണേ. എങ്ങനെ പെട്ടെന്ന് പണക്കാരനാകാം? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പെട്ടെന്ന് പണക്കാരനാകാൻ കഞ്ചാവ് കച്ചവടം നടത്തുന്നവരുണ്ട്, ബാംഗ്ലൂര് പോയിട്ട് മയക്കുമരുന്ന് കൊണ്ടുവരുന്നവരുണ്ട്, ആവശ്യമില്ലാത്ത വൃത്തികേടുകൾ ചെയ്യുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, റസൂലുള്ളാഹി പറയുകയാ, ഏതെങ്കിലും വീടിന്റെ അകത്ത് ഹറാമായ പണമുണ്ടോ, ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ, ആ വീട്ടുകാർക്ക് ആയുസ് കുറവാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പലിശ നടത്തുന്നവര്, അതാ പിടിച്ചുപറി നടത്തുന്നവര്, കള്ളത്തരങ്ങളെ കാണിച്ച് പണമുണ്ടാക്കുന്നവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, നീ ഒരുപാട് കാലം ഇവിടെ ഉണ്ടാകില്ല, നിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുമെന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, സഹോദരാ
മോനെ എന്തിനാ ആയുസ് കുറച്ച് കളയുന്നത്? നിന്റെ ആയുസ് എന്തിനാ നീയായിട്ട് നശിപ്പിച്ച് കളയുന്നത്? അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെന്ന് പണത്തിനെ വല്ലാതെ ഇഷ്ടപ്പെടുകയാ. എടാ പണം കൊണ്ട് എന്ത് നേടാനാ? നിനക്ക് എഴുതിയതല്ലേ അല്ലാഹു നിനക്ക് തരികയുള്ളൂ. എന്തിനാ വഴഞ്ഞ വഴികൾ നോക്കുന്നത്? ഈ പണം കിട്ടിയിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? മരിച്ചു പോകുമ്പോ കൊണ്ടുപോകാൻ കഴിയുമോ പൊന്നുമോന്? വാപ്പ പോയപ്പോ വെറും കൈയോടെ സർവ്വതും നിന്റെ കയ്യിൽ തന്നിട്ട് പോയത് നീ മറന്നുപോയോ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരാ, ഒരു മനുഷ്യന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നാലാമത്തെ മാനദണ്ഡം എന്തെന്നറിയോ? നിന്റെ ഭക്ഷണം ഹലാലാക്കണേ, നിന്റെ വസ്ത്രം ഹലാലാക്കണേ, നീ കഴിക്കുന്നതും ധരിക്കുന്നതും ഹലാലാക്കണേ. പൈസ കൊടുത്ത് വീട് വെച്ചിട്ട് വീടിന്റെ അകത്തിരുന്ന് കരഞ്ഞു ദുആ ചെയ്താ സ്വീകരിക്കുവോ പൊന്നുമോള്? അല്ലാഹുവേ, പലിശയ്ക്ക് പൈസ വാങ്ങിയിട്ട് വീട് വെക്കുകയാ. ആ വീടിന്റെ അകത്ത് കിടന്ന് സുജൂദ് ചെയ്തിട്ട് കാര്യമുണ്ടോ? അവിടെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ചിന്തിക്കുന്നത് നല്ലതാ ചെറുപ്പക്കാരാ. ഒന്നുമില്ലാത്ത നിനക്ക് വസ്തു തന്നത് അല്ലാഹുവല്ലേ. ആ വീടിന്റെ പണിയതാ, വീടിന്റെ പണി പകുതിയിലാക്കിയത് അല്ലാഹുവല്ലേ. അതിന്റെ ബാക്കി കൂടെ ചെയ്തു തരാൻ അല്ലാഹുവിന് കഴിവുണ്ടെന്ന് നിനക്ക് അറിയാ. പക്ഷേ ക്ഷമിക്കാൻ മനസ്സില്ല. ഏതെങ്കിലും വഴിയിലൂടെ കടമാണെങ്കിലും പലിശയാണെങ്കിലും ലോണാണെങ്കിലും എടുത്തിട്ട് വീട് വെക്കുന്ന ചെറുപ്പക്കാരാ, മോനെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ഹറാമ് തിന്നുന്നവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ജീവിതത്തിൽ അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ രാത്രി നിന്റെ രാത്രിയാ, ഇന്നത്തെ രാത്രി നിന്റെ രാത്രിയാ. ഇത് കഴുകിക്കളയാൻ അല്ലാഹു തന്നിരിക്കുന്ന ഒരവസരമാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ദുആ സ്വീകരിക്കണമെങ്കിൽ 6 മാനദണ്ഡമുണ്ട്. അതിൽ 4ാമത്തെ മാനദണ്ഡം റസൂലുള്ളാഹി പറയുന്നു, സ്വഹാബാ, നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നിന്റെ ഭക്ഷണവും നിന്റെ പാനീയവും നിന്റെ വസ്ത്രവും ഹലാലാക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ വിശദീകരിക്കുന്നില്ല. 5ാമത്തെ കാര്യം എന്തെന്നറിയുവോ? റസൂലുള്ളാഹി പറയുന്നു, 4ാമത്തെ കാര്യം എന്താ? നിരാശ കാണിക്കല്ലേ. പടച്ചവനെ, എത്ര കാലമായി ഞാൻ ദുആ ചെയ്യുന്നു, അല്ലാഹു ഞാൻ ചോദിക്കുന്നത് തരുന്നില്ലല്ലോ. നിരാശയാ, നിരാശയാ സഹോദരാ. ജീവിതത്തിൽ ഒരിക്കലും നിരാശ വെക്കല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മുന്നിൽ ഒരു കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്താൽ ഒന്നുകിൽ അല്ലാഹു 3 പ്രതിഫലമാണ് കൊടുക്കുന്നത്. ഒന്നുകിൽ അല്ലാഹു അവന് ചോദിച്ച കാര്യം അല്ലാഹു അവന് സാധിച്ചു കൊടുക്കും, ഇല്ലെങ്കിലോ അല്ലാഹു പരലോകത്തേക്ക് അത് മാറ്റിവെക്കും. അല്ലെങ്കിൽ അല്ലാഹു എന്തെങ്കിലും വിപത്തുകൾ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യന്റെയും ദുആ അല്ലാഹു തട്ടിക്കളയൂല. ആര് ദുആ ചെയ്താലും 3-ൽ-1 കാര്യം അല്ലാഹു നിനക്ക് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ നബിയുനാ റസൂലുള്ളാഹി. 1ാമത്തെ കാര്യം ഇഖ്ലാസ് ഉണ്ടാകണം. 2ാമത്തെ കാര്യം അസ്തഗ്ഫിറുല്ലാഹ് പറയണം. 3ാമത്തെ കാര്യം ഹറാമുകൾ ഒഴിവാക്കണം. 4ാമത്തെ കാര്യം നിരാശബോധം. അയ്യോ, ഞാൻ ചെയ്ത് മടുത്തു, ഇനി ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. എല്ലാരും എന്താ ചോദിച്ച അപ്പ തന്നെ കിട്ടണം. എന്താ ഇന്റർനെറ്റ് യുഗമല്ലേ? ചോദിച്ചാ ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ ഇറക്കിത്തരാം. മന്നും സെൽവി ഇറക്കിയതുപോലെ നിനക്ക് അള്ളാഹ് ഇറക്കിത്തരാം. അങ്ങനല്ലോ മുൻഗാമികൾക്ക് മന്നും സെൽവി ആകാശത്ത് നിന്ന് പൊരിച്ച കോടിയൊക്കെ എടുത്തു കൊടുത്ത പോലെ നീ ചോദിച്ചാ ഉടനെ അള്ളാഹ് തരണം. നീ ആര്? അംബാനിയുടെ മോൻ. ചോദിച്ച പെട്ടെന്ന് തരണം, ഇല്ലെങ്കിൽ നീ പിണങ്ങി. നിരാശ കാണിക്കല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. പറമക്കളെ, നബിയുനാ റസൂലുള്ളാഹി. എന്റെ സഹോദര, നീ ദുആ ചെയ്ത അല്ലാഹു 3-ൽ ഏതെങ്കിലും ഒന്ന് തരും. എങ്ങനെ തരും? 3 കാര്യത്തിൽ ഒന്ന്. നീ അല്ലാഹുവിനോട് പടച്ചവനെ എനിക്ക് നീ തരണേ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നീ ചോദിച്ചത് അല്ലാഹ് തരും. അല്ലെങ്കിൽ അത് നിനക്ക് പരലോകത്തേക്ക് മാറ്റി വെക്കണേ നല്ലത്. നാളെ പരലോകത്ത് നീ മീസാൻ എന്ന ത്രാസിന്റെ മുന്നിൽ നിൽക്കുമ്പോ
അള്ളാഹുവെ പടച്ചവനെ നിനക്ക് അള്ളാഹു സ്പെഷ്യലായിട്ട് ചില കെട്ടുതരുന്ന ചില പൊതി, മീസാൻ എന്ന ത്രാസിൽ ചില സ്പെഷ്യൽ പൊതി എടുത്തിടും. അല്ലാ ഇതേതാ പടച്ചവനെ? എടാ നീ ദുനിയാവി വെച്ച് ദുആ ചെയ്തപ്പോ ഞാൻ ദുആ സ്വീകരിക്കുന്നില്ല, ഒരുപാട് നീ ചോദിച്ചു തന്നില്ലല്ലോ, അത് മാറ്റി വെച്ചതാ. അപ്പൊ മനുഷ്യൻ പറയും അത്ര ദുനിയാവി വെച്ച് ചെയ്ത ഒരു ദുആ അള്ളാഹ് സ്വീകരിക്കാതിരുന്നാ മതി. നാളെ പരലോകത്ത് വെച്ച് പറയുവത്ര എന്റെ ഒരു ദുആയും സ്വീകരിക്കാതിരുന്നില്ലെങ്കിൽ എത്രയും നല്ലതായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒന്നീ നീ ചോദിച്ച കാര്യം തരും, അല്ലെങ്കിൽ എന്തെങ്കിലും വിപത്ത് അല്ലാഹു മാറ്റിത്തരും, അല്ലെങ്കിൽ പരലോകത്ത് അത് അല്ലാഹു മാറ്റിവെക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടരുത്. എപ്പോഴാണെങ്കിലും എത്രയോ പ്രവാചകന്മാര് ദുആ ചെയ്തിട്ട് പോലും വർഷങ്ങൾ കഴിഞ്ഞിട്ട് അല്ലാഹു കൊടുത്തേ. പ്രവാചകന്മാരുടെ അവസ്ഥ ഇതാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്ഷമിക്കുക, എന്നെങ്കിലും ഒരിക്കൽ അല്ലാഹു തരും. ദുആ സ്വീകരിക്കണമെങ്കിൽ പല മാനദണ്ഡങ്ങളുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഒരുപാട് ചരിത്രങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഒരു ചരിത്രം, ഗുഹയ്ക്കകത്ത് അകപ്പെട്ടു പോയ 3 മനുഷ്യന്മാരുടെ കഥ ഖുർആൻ പറയുന്നില്ലേ? ഹദീസിൽ കാണാമല്ലോ. എന്താ പഠിച്ചു നോക്കാത്തെ? ഒരു മനുഷ്യന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ദുആ ചെയ്ത് സ്വീകരിക്കുമല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 3 ചെറുപ്പക്കാർ, 3 ആണുങ്ങൾ അല്ലാഹുവെ പടച്ചവൻ അവര് പെട്ടെന്ന് മഴ പെയ്തപ്പോ അവരെല്ലാവരും 3 പേരും കൂടെ ഒരു ഗുഹയ്ക്കകത്ത് കയറിയിരുന്നു. ഗുഹയ്ക്കകത്ത് കയറിയിരുന്നപ്പോ ഒരു പാറ വന്നിട്ട് ഈ ഗുഹയുടെ വാതിലി വീണ് അടഞ്ഞു. 3 പേരും ഗുഹയ്ക്കകത്താ, പുറത്തോട്ടിറങ്ങാൻ പറ്റൂല. ആ സമയത്ത് എത്ര പരിശ്രമിച്ചിട്ടും ഇറങ്ങാൻ പറ്റണില്ല. അപ്പൊ 3 പേരിൽ ഒരാൾ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യം അള്ളാഹുവിന്റെ മുന്നിൽ പറഞ്ഞിട്ട് ദുആ ചെയ്യാം. ഇത് പഠിച്ചോ? എന്താ പറഞ്ഞേ? എടാ, ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യം അള്ളാഹുവിനുള്ള മുന്നിലോട്ട് എടുത്തു പറഞ്ഞിട്ട് ദുആ ചെയ്യാം. 3 പേരും തീരുമാനിച്ചു. അതിലെ 1ാമത്തെ മനുഷ്യൻ അള്ളാഹുവിനോട് പറഞ്ഞെന്തെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന 1ാമത്തെ മനുഷ്യന് 2 ഇരുകരങ്ങൾ ഗുഹയ്ക്കകത്തിരുന്ന് ഉയർത്തിയിട്ട് പറയുന്നു, ഞാൻ എന്റെ മാതാപിതാക്കളെ വല്ലാതെ സ്നേഹിച്ചവനാണ് റബ്ബേ. എനിക്ക് ഭാര്യയും മക്കളുമുണ്ട്. അല്ലാഹുവേ, എല്ലാ ദിവസവും ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ, പാല് കറന്നിട്ട് എന്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും കൊടുത്തതിന് ശേഷമേ ഞാൻ എന്റെ ഭാര്യക്കും മക്കൾക്കും കൊടുക്കാറുള്ളൂ. ഞാൻ ആദ്യം പാല് കറന്നിട്ട് കൊടുക്കുന്നത് എന്റെ മാതാപിതാക്കൾക്കോ, അല്ലാതെ എന്റെ മക്കൾക്ക് ഞാൻ ഇന്ന് വരെ കൊടുത്തിട്ടില്ല. ആ ഗുഹയ്ക്കകത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ പറയുന്നു, നാഥാ, ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് കടന്നു ചെന്നത് താമസിച്ചാട് റബ്ബേ, ആടിന്റെ പാല് കറന്നു. അതാ അവിടെ നിന്ന് പാല് കറന്നിട്ട് ഉമ്മയ്ക്ക് കൊടുക്കാ വീടിന്റെ അകത്ത് കടന്നു ചെല്ലുമ്പോ തന്റെ മാതാപിതാക്കള് കിടന്നു ഉറങ്ങുകയാ. ഉമ്മ ഉറങ്ങുകയാണ്. വിളിച്ചുണർത്തുന്നത് അദബുകേടാണ്. ഉറങ്ങുന്ന മനുഷ്യനെ ഖുർആൻ ഓതി പോലും ശല്യപ്പെടുത്താൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഉമ്മ കിടന്ന് ഉറങ്ങുമ്പോ ഉമ്മാനെ വിളിച്ചുണർത്തിയിട്ട് പാല് കൊടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് പടച്ചവനെ, ഉമ്മാനെ ഉണർത്താതെ പാലും പിടിച്ചു നിൽക്കുമ്പോ പിഞ്ചു കുഞ്ഞുങ്ങൾ വിശന്നിട്ട് സഹിക്കാൻ കഴിയാതെ വാപ്പയുടെ കാല് പിടിച്ചിട്ട് പറഞ്ഞു, വാപ്പാ വിശക്കുന്നു വാപ്പാ, കുടിക്കാൻ ഇത്തിരി പാലിതാ വാപ്പാ. എന്റെ പൊന്നാര മക്കള് കാലിൽ പിടിച്ച് കരയുകയാ. എന്റെ ഉമ്മയും ഉപ്പയും കുടിക്കാതെ ഞാൻ എന്റെ മക്കൾക്ക് കൊടുക്കൂല. പടച്ചവരെ, അവസാനം സ്വന്തം മക്കളെ കരഞ്ഞ് കരഞ്ഞ് തന്റെ കണ്ണിന്റെ മുന്നിൽ തളർന്നു വീഴുകയാ. എന്നിട്ടും കൊടുത്തില്ല. അവസാനം തന്റെ മാതാപിതാക്കൾ ഉണരുന്നത് വരെ പാലും കൊണ്ട് മാതാവിന്റെയും പിതാവിന്റെയും മുന്നിൽ കാത്തു നിന്നു. ഈ മനുഷ്യൻ പറയുന്നു, നാഥാ, ഇത് ചെയ്തത് നിന്റെ തൃപ്തി മാത്രം കരുതിയട്ടാ തമ്പുരാര്. അതുകൊണ്ട് നീ ഇത് സ്വീകരിച്ചെങ്കിൽ ഈ പാറ മാറ്റി തരണേ അല്ലാ. അവിടുന്ന് ദുആ ചെയ്യുമ്പോ അടഞ്ഞിരിക്കുന്ന പാറയങ്ങ് കുറച്ചു മാറുകയാണ്. വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. 2ാമത്തെ മനുഷ്യൻ അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹ്, പാറ നീങ്ങുകയോ, പാറ നീങ്ങുകയോ. അവസാനം അവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് ചരിത്രം പറയുമ്പോ, സഹോദരാ, ഒരിക്കലും നിരാശ വെക്കല്ലോ. അല്ലാഹു നിന്നെ കൈവിടൂല. പടച്ചറപ്പ് നിന്നെ ഒരിക്കലും കൈയൊഴിയൂല. നിന്നെ വല്ലാത്ത സ്നേഹമാ.
അതുകൊണ്ട് പ്രതീക്ഷ കൈവിടല്ലോ. ദുആ ചെയ്യുന്ന സമയത്ത് നിന്റെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ പറഞ്ഞിട്ട് ദുആ ചെയ്യ്. അല്ലെങ്കിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, സദഖ ചെയ്തിട്ട് ദുആ ചെയ്യ്, സലാത്ത് പറഞ്ഞിട്ട് ദുആ ചെയ്യ്, അല്ലാഹുവേ ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്യ്. ഇതൊക്കെ ദുആയിക്ക് ഇജാബത്തുള്ള കാര്യമാണെന്ന് പ്രവാചകൻ പറയുമ്പോ സഹോദരാ, നാലാമത്തെ കാര്യം അതാണ്. അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയോ? റസൂലുള്ള പറയുന്നു, പൊന്നുമോനെ നന്ദികേട് കാണിക്കല്ലേ എന്ന് നബി മുഹമ്മദ്, നന്ദികേട് കാണിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. 5 വിശദീകരിക്കുന്നില്ല. 12 മണിയായി ദുആ ചെയ്യാൻ പോകുകയാണ്. 5 നീ നന്ദികേട് കാണിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പാലം കടക്കുന്നത് വരെ രാമായണ, പാലം കടന്നു കഴിഞ്ഞ കൂരായണ, കാര്യം നടക്കുന്നത് വരെ അല്ലാഹനെ വേണം. പടച്ചവനെ ജോലിയില്ല അല്ലാ, മക്കളില്ല അല്ലാ, വീടില്ല അല്ലാ, കടവ അല്ലാ, കല്യാണം നടക്കണ അല്ലാ. കരഞ്ഞു വിളിച്ച് ദുആ ചെയ്ത് നിന്റെ കരച്ചല് കണ്ടിട്ട് അല്ല നിനക്കെല്ലാം തന്നു. വീട് കിട്ടി, മക്കളെ കിട്ടി, പെണ്ണ് കെട്ടി, പിന്നെ പള്ളിയില്ല, പട്ടമില്ല. പൊന്നുമോനെ റസൂലുള്ള പറയുന്നു, നിന്റെ ദുആ സ്വീകരിക്കടോ. നന്ദിയില്ലാത്തവനാകല്ലേ, നന്ദികേട് കാണിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ ദുആ ഉസ്താദ് 101 രൂപ, ഉസ്താദ് ഗൾഫിൽ പോണ ഉസ്താദ്, വിസ കിട്ടണ ഉസ്താദ്, കരഞ്ഞ് ദുആ ചെയ്ത് വിസ കിട്ടി, ജോലി കിട്ടി. ഇപ്പോഴോ അല്ലേ ഉസ്താദെ മക്കളില്ല, ഉസ്താദ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യണം, മജ്ലിസിനൂറി ദുആ ചെയ്യണം, കിട്ടി. ഇപ്പോഴോ നല്ല പെണ്ണിനെ കിട്ടണം. സാധാരണ നല്ല പെണ്ണിനെ കിട്ടണം, ദുആ ചെയ്യല. ഇല്ല 101 1001 കൊടുത്ത് ദുആ ചെയ്തു, പണക്കാരന്റെ മോളെ കിട്ടിയപ്പോ അല്ലാഹു അല പള്ളി അല്ലാഹ് അവനറിയത്തില്ല. എടാ പഴഞ്ചൊല്ലുണ്ട് ഇവിടെ, അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ പറയണതാ, എന്താ പറയാ, കാര്യം കാണുന്നത് വരെ, പാലം കിടക്കുന്നത് വരെ രാമായണ, പാലം കിടന്നു കഴിഞ്ഞാൽ തന്നെ. ആ പഴഞ്ചൊല്ല് തന്നെ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത്, കടലിൽ പോയിട്ട് അദാബ് ഇറങ്ങുമ്പോ കാറ്റും മഴ ഇടിയൊക്കെ വരുമ്പോ അല്ലോ വിളിച്ചു പോകുമ്പോ കരച്ചില, എന്തൊക്കെയാ അള്ളാഹ് രക്ഷപ്പെടുത്തല്ല. കരയിൽ കയറി കഴിഞ്ഞാൽ നന്ദിയില്ലാത്തവനാകരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്ദികേട് കാണിക്കില്ലടാ. എടാ ഇന്നത്തെ രാത്രി നിനക്കുള്ളതാ, തൗബ ചെയ്തോ സ്വീകരിക്കും. നാളെ രാവിലെ പോയിട്ട് വീണ്ടും പഴയ പരിപാടി തുടങ്ങരുത്. അങ്ങനല്ല. ഇപ്പൊ ഇവിടെ നിന്ന് വഴുത് കഴിഞ്ഞു, പൊട്ടിക്കരഞ്ഞ് റബ്ബിന്റെ മുന്നിൽ തൗബ ചെയ്തു, സർവ്വ പാപങ്ങളും കളഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഗാനമേള നടക്കുന്നുണ്ട്, നല്ല പാട്ട് നടക്കുന്നുണ്ട്, കേറരുത്. നന്ദിയില്ലാത്തവനാകരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കടാ. ഒരു പ്രായമായില്ലേടാ, ചെയ്യേണ്ടതിനേക്കാളും 50 വയസ്സുള്ള വാപ്പമാര് ചെയ്യുന്നതിന്റെ ഇരട്ടി ചെയ്ത് കഴിഞ്ഞു. നിനക്ക് 20 ആയുള്ളൂ, നീ കള്ളു കുടിച്ചു, വ്യഭിചരിച്ചു, പലിശ അല്ലാഹുവേ വ്യഭിചരിച്ചു, കഞ്ചാവടിച്ചു, എന്തെല്ലാം വൃത്തികേട് ചെയ്തു. 50 വയസ്സുള്ള വാപ്പ പോലും അത്രയും പാപം ചെയ്തിട്ടില്ല. 25-ാമത്തെ വയസ്സിലല്ലെങ്കിൽ 15-ാമത്തെ വയസ്സിൽ, 18-ാമത്തെ വയസ്സിൽ, അല്ലാഹുവേ ഒരു 60 വയസ്സുള്ള മനുഷ്യൻ പോലും ചെയ്യാത്ത കൊടുംപാപങ്ങൾ ചെയ്തു കഴിഞ്ഞു. എന്നിട്ടും നന്നാകാത്തവനെ പോലെ നടക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരുപാട് കൊല്ലമൊന്നും ഇവിടെ ജീവിക്കണമെന്നില്ലടാ. എടാ ജീവിക്കുന്നത് ഒരു ദിവസമാണെങ്കിലും മോനെ നല്ല നിലയിൽ ജീവിക്കാൻ കഴിയണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് ഒരു ചരിത്രം പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് യുദ്ധം നടക്കുന്ന വേളയിൽ സ്വഹാബികൾ പിടിച്ചു കൊണ്ടുവരികയാ. ആരായി മനുഷ്യനെന്നറിയുവോ? മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ മുഴുവനും ശത്രുക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ചാരനാ. എത്രയോ സഹാബികൾ മരിക്കാൻ കാരണക്കാരനാ. അസ്വദുറായിയെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരികയാണ്, ചാരനാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കൈകാലുകൾ കെട്ടിക്കെട്ട് കൊണ്ടുവന്ന് കെട്ടുകൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നിൽക്കുമ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, നബിയേ ഞാൻ വെട്ടാ നബിയേ. അതാ ഉറയിൽ കിടക്കുന്ന വാളിന്റെ ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചിരിക്കുകയാ. കാരണം ഇവൻ ചാരനാണ്, ഇവനെ കൊല്ലണമല്ലോ. എല്ലാവരും വാളും പിടിച്ചിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സഹാബാ, ആ
കെട്ടഴിച്ചങ്ങ് വിട്ടേക്ക് സഹാബ. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. പിടിച്ചു കൊണ്ടുവന്ന ചാരനെ വെറുതെ വിടാൻ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ. എല്ലാവരും അവിടെ നിന്ന് വല്ലാതെ അത്ഭുതപ്പെട്ടു. അസ്വദുർ റായിയുടെ കയ്യും കാലും അഴിച്ചു വിട്ടു. അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു പോവുകയാണ്. പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, അസ്വദ്, നിനക്കൊന്ന് മുസ്ലിമായി കൂടെ? ആ സമയത്ത് അസ്വദ് റായി റളിയല്ലാഹു തആല ആ യുദ്ധത്തിന്റെ വേളയിൽ അല്ലാഹുവേ രണാങ്കണമാണ്, യുദ്ധം നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ഈ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, ഞാൻ മുസ്ലിമായാൽ എനിക്ക് എന്താണ് കിട്ടുന്നത്? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, നീ ഇന്ന് വരെ അടിമയാണ്, പക്ഷേ നീ മുസ്ലിമായി കഴിഞ്ഞാ നീ ഒരാളുടെയും അടിമയല്ല, ഈ ലോകത്ത് ഒരാളുടെയും അടിമയല്ല, നീ അല്ലാഹുവിന്റെ അടിമയാണ്, നീ സ്വതന്ത്രനാണ്. രണ്ടാമത് റസൂലുള്ള പറഞ്ഞു, ഇസ്ലാമിലേക്ക് കടന്നു വന്ന അല്ലാഹു നിനക്ക് സ്വർഗ്ഗം തരും, അല്ലാഹു നിനക്ക് സ്വർഗ്ഗം തരും. അസ്വദ് റായി എന്ന് പറയുന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കടന്നു വന്നു, ഷഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമായി. മംഗലാപുരത്തിന്റെ പരിസരത്തുള്ള, പുത്തൂരിന്റെ പരിസരത്തുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അസ്വദ് റായി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ കയ്യിൽ പിടിച്ച ഷഹാദത്ത് കലിമ പറഞ്ഞു. അവിടുന്ന് മുസ്ലിമായി. നബിയേ, ഞാൻ എന്തേ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, രണാങ്കണത്തിലേക്ക് ഇറങ്ങിച്ചെന്ന സ്വർഗ്ഗം കിട്ടും, അവിടെ പോയി ഷഹീദായ സ്വർഗ്ഗം കിട്ടും. അസ്വദ് റായി എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു. വാളും പിടിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളുടെ സൈന്യത്തിന്റെ ഇടയിലേക്ക് കയറി ചെല്ലുകയാ. അതാ നിമിഷങ്ങൾ കഴിഞ്ഞു, ഒരു ജനാസ എടുത്തുകൊണ്ട് വരുന്നു. സുബ്ഹാനല്ലാഹ്, കൊണ്ടുവന്നടോ. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോ ഒരു ജനാസ കൊണ്ടുവന്നു. ആരുടെ ജനാസയാ? മിനിറ്റുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ നിന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞ അസ്വദ് റായി റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായിട്ട് 5 മിനിറ്റ് പോലും ആയില്ല. മുസ്ലിമായിട്ട് 5 മിനിറ്റ് പോലും ആയില്ല. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരിക്കൽ പോലും നിസ്കരിച്ചില്ല, അവിടുന്ന് സ്വലാത്ത് പറഞ്ഞില്ലോ, അവിടുന്ന് സദഖ കൊടുത്തില്ലോ, അവിടുന്ന് ഖുർആൻ ഓതിയില്ലോ. പടച്ചവനെ, ഒരു സുജൂദ് പോലും ആ സ്വഹാബി ചെയ്തിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, അമലുഹു ഖലീൽ. അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അമലുഹു ഖലീൽ. അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ, ചെറിയ അമലേ ചെയ്തുള്ളൂ, ചെറിയ അമലേ ചെയ്തുള്ളൂ, അജ്റുഹു കസീർ. ഒരു സുജൂദ് പോലും ചെയ്യാതെ പോയടാ. 5 മിനിറ്റ് മുസ്ലിമായി ജീവിച്ചിട്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിലേക്ക് ആ ചെറുപ്പക്കാരനായ മനുഷ്യർ കടന്നുപോകുന്ന ചരിത്രം പറയുമ്പോ, മോനെ, ജീവിക്കുന്നത് ഒരു നിമിഷമാണെങ്കിലും, ഒരു ദിവസമാണെങ്കിലും, ഒരു മാസമാണെങ്കിലും, ഒരു വർഷമാണെങ്കിലും, പൊന്നു മോനെ, നേരെ ജീവിക്കണോ. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന രീതിയിലോ, അല്ലാഹുവിനെ വഴിപ്പെടുന്ന രീതിയിലോ. ഇന്ന് മുതൽ കള്ളു കുടിക്കൂല, വീടി വലിക്കൂല, അവിടെ നിന്ന് മുതൽ ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കില്ലോ, കള്ളു കുടിക്കുന്നവന്റെ കൂടെ നടക്കൂലോ, നിസ്കരിക്കാത്തവന്റെ കൂടെ നടക്കൂലോ, മോശമായവന്മാരുടെ കൂടെ നടക്കൂലോ, വ്യഭിചരിക്കുന്നവന്റെ കൂടെ നടക്കൂലോ, ഇനി പ്രേമിക്കാൻ പോകൂല. ഇന്ന് വരെ പറ്റിയത് മുഴുവനും അല്ലാഹു എനിക്ക് പുറത്തു വിടട്ടെ. നാളെ മുതൽ പുതിയ വർഷം തുടങ്ങുകയാണ്. ഒരു പുതിയ ജീവിതമോ, ഒരു പുതിയ മനുഷ്യരോ. എനിക്ക് അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമയാകണം. എന്നെ കണ്ടിട്ട് വേണം ശൈത്താൻ കരയാറ്. എന്റെ മുന്നിലാണ് ശൈത്താൻ തോക്കേണ്ടത്. അന്ന് തീരുമാനമെടുക്കാൻ കഴിയുമോ ചെറുപ്പക്കാരോ? അല്ലാഹുവിനെ വഴിപ്പെടുന്നത് പോലെ ജീവിക്കു പൊന്നുമോന്. റസൂലുള്ള പറയുന്നു, ഒരു മനുഷ്യന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ 5ാമത്തെ കാര്യമെന്താ? നന്ദികേട് കാണിക്കല്ലേ, നന്ദികേട് കാണിക്കല്ലേ. 6ാമത്തെ കാര്യമെന്ത്? നിർത്തുകയാ ചെറുപ്പക്കാരോ, തൗബ ചെയ്യാ പോകുകയാ ചെറുപ്പക്കാരോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടുന്ന് പറയുന്നു, 6ാമത്തെ കാര്യമെന്താ? റസൂലുള്ളാഹിയോട് ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ,
ദുആ സ്വീകരിക്കാനുള്ള ആറാമത്തെ വഴി എന്താ? ദുആ സ്വീകരിക്കാനുള്ള ആറാമത്തെ വഴി എന്താ? സഹാബ, സമയം നോക്കിയിട്ട് ദുആ ചെയ്യണേ സഹാബ. മോനെ ദുആ ചെയ്താ സ്വീകരിക്കുന്നു, ദുആ ചെയ്താ സ്വീകരിക്കുന്നു. ചില സമയങ്ങളുണ്ട് ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, മോനെ രാത്രിയിലെ ദുആ ഉണ്ടല്ലോ, രാത്രിയിലെ ദുആ ഉണ്ടല്ലോ. അല്ലാഹു ഒന്നാം ആകാശത്തിൽ വന്നിരിക്കുന്ന സമയമാ. ആരാ എന്നോട് ചോദിക്കുന്നത്? ചോദിക്കുന്നവന് ഞാൻ പുറത്തു കൊടുക്കാമെന്ന് അല്ലാഹു പറയുന്ന സമയമാ. പഠിച്ചവരെ, പാതിരാത്രിയിലെ ദുആയിക്ക് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മോനെ 12 മണി കഴിഞ്ഞടാ, പുതിയ വർഷം തുടങ്ങിയടാ. ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഉടുതുണി കുരിഞ്ഞിട്ട് ആടുന്ന സമയമാണോ, കണ്ടുപിടിക്കുന്ന സമയമാണോ, വിചരിക്കുന്ന സമയമാണോ, ഗാനവേളകൾ കേൾക്കുന്ന സമയമാണോ, അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത, അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത, അല്ലാഹുവിനോട് ധിക്കാരം കാണിക്കുന്ന സമയമാ. ഈ സമയത്ത് നമുക്ക് അല്ലാഹുവിനോട് നന്മ ചെയ്തു തുടങ്ങാം. നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാ. ജീവിതത്തിന്റെ ഒരു പുതുവർഷം തുടങ്ങുമ്പോ ആ പുതുവർഷത്തിലെ ഒന്നാമത്തെ സെക്കൻഡ് സ്വർഗത്തിലിരിക്കാ ഭാഗ്യം കിട്ടിയവരാ. ദുനിയാവിലെ സ്വർഗത്തിലിരുന്ന് ഇൽമു കേൾക്കുന്നവരാ. ഇതിനേക്കാളും നമുക്കെന്തേ വേണ്ടത്? ഇതിനേക്കാളും നമുക്കെന്തേ വേണ്ടത്? അതുകൊണ്ട് സഹോദരാ, നിസ്കരിച്ചിട്ടുള്ള ദുആയിക്ക് ഇജാബത്തുണ്ട് മോനെ. ഫർള് നമസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരപ്പായിലിരുന്നിട്ട് പടച്ചുറപ്പിന്റെ ദുർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തികെട്ട് ചെയ്തു പോയത് മുഴുവനും നിനക്കൊന്ന് ഏറ്റു പറയാ കഴിയോ? നിനക്കല്ലാഹു രക്ഷ തരും പൊന്നു മോനെ. ദുആയിക്ക് ഇജാബത്ത് കിട്ടും മോനെ. അതുകൊണ്ട് നമുക്ക് അല്ലാഹുവിനോട് അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന്റെ 99 പേര് പറഞ്ഞിട്ട് ഇസ്തിഗ്ഫാറുകൾ പറഞ്ഞിട്ട് റബ്ബിന്റെ മുന്നിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഏറ്റു പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാം. അതുകൊണ്ട് സഹോദരാ, ദുആ ചെയ്യുന്നതിന് മുമ്പ്, ദുആ ചെയ്യുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബ, സദഖ ചെയ്തിട്ട് ദുആ ചെയ്താ ആ നീട്ടിയ കൈ അല്ലാഹു തട്ടിക്കളയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ ദുആ ചെയ്യാൻ പോകുകയാ. നമുക്കൊരു സദഖ ചെയ്തുകൂടെ? അല്ലാഹുവേ, 2019 ഒന്നാമത്തെ മിനിറ്റ് ഒരു നന്മ ചെയ്തുകൊണ്ട് തുടങ്ങിക്കൂടെ? പഠിച്ചവര്, ഇവർക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. പഠിച്ചവനെ ഒരുപാട് വർഷം പഴക്കമുള്ള പള്ളിയാണ്. പഠിച്ചവനെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ചെറിയ സ്ഥാപനം തുടങ്ങണമെന്നവർക്ക് ആഗ്രഹമുണ്ട്. പാവപ്പെട്ട പെൺമക്കളുടെ വിവാഹം. പഠിച്ചവര്, ആരും സഹായിക്കാറില്ലാത്ത പാവപ്പെട്ടവരുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് വല്ലാത്ത മോഹമുണ്ട്. പെങ്ങളെ, സ്വർണ്ണമിടാത്തവര് പെണ്ണ് പോലുമില്ല, പൊന്നിടാത്തവര് പെണ്ണ് പോലുമില്ല. അല്ലാഹുവേ, ഈ നാട്ടിൽ ആരാരുമില്ലാത്തവർ യതീമായ പൊന്നുമോൾക്ക് വേണ്ടി നിന്റെ ശരീരത്ത് കിടക്കുന്ന സ്വർണ്ണം ഊരിക്കൊടുക്കാൻ കഴിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലമെന്തോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യനെ കടന്നു വന്നു. യാ റസൂലല്ലാഹ്, എന്തെങ്കിലും സഹായം തരണേ നബിയേ. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി നബിയേ, കുടുംബം പട്ടിണിയിലാണ് നബിയേ, എന്തെങ്കിലും സഹായം തരണേ. റസൂലുള്ള തന്റെ ആര്യായ ആയിഷ ബീബിയുടെ മുഖത്തേക്ക് നോക്കി. ഒന്നുമില്ല. റസൂലുള്ളാന്റെ വീടിന്റെ അകത്തൊന്നുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് ലോകത്തിന്റെ നേതാവ് പറഞ്ഞു വിടുകയാണ്. ആ പാവപ്പെട്ട പ്രായം എന്ന മനുഷ്യനുണ്ടല്ലോ, ഫാത്തിമ ബീവിയുടെ വീടിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു.
ഫാത്തിമ ബീവിയുടെ വീടിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. സലാം പറഞ്ഞിട്ട് അവിടെന്ന് പറഞ്ഞു, ഫാത്തിമ വാപ്പ പറഞ്ഞു വിട്ടതാ പൊന്നുമോള്, മുത്തുനബി പറഞ്ഞു വിട്ടതാണ്. ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായി പട്ടിണിയാണ് ഫാത്തിമ. ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ എന്റെ കയ്യിലൊന്നുമില്ല ഫാത്തിമ. പടച്ചവരെ, ഒരു പാവപ്പെട്ട മനുഷ്യൻ വീടിന്റെ മുന്നിൽ വന്ന് ചോദിക്കുകയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല വീടിന്റെ അകത്ത് കയറിയിട്ട് മുഴുവനും തെരഞ്ഞു നോക്കുകയാണ്. വീട് മുഴുവനും തെരഞ്ഞു നോക്കി, ഒന്നും കൊടുക്കാറില്ല. അവസാനം ഫാത്തിമ ബീവി നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട രണ്ട് മക്കൾ ഒരു ചെറിയ പുതപ്പിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങുകയാ. തന്റെ പൊന്നാര മക്കള് ഒരു പുതപ്പിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങുകയാ. പ്രായത്തെന്ന മനുഷ്യൻ ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ ഒന്നുമില്ല. ഫാത്തിമ ബീവി ചിന്തിച്ചില്ലോ. പിഞ്ചുമക്കളെ എടുത്ത് താഴെ കിടത്തി, പിഞ്ചുമക്കളെ എടുത്ത് താഴെ കിടത്തി. എന്നിട്ട് ആ പുതപ്പെടുത്ത് കൊണ്ട് ആ മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുത്തു. ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ഫാത്തിമ പുതപ്പല്ല എനിക്ക് അത്യാവശ്യം. ഫാത്തിമ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, കയ്യിലിരുന്ന കാരക്കയായിരുന്നു, അത് തീർന്നു പോയി ഫാത്തിമ. ശരീരം തളരുന്നു ഫാത്തിമ. എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തരുവോ ഫാത്തിമ? പടച്ചവനെ, ആ മനുഷ്യൻ പറയുന്നു, ഫാത്തിമ നിന്റെ ഉപ്പാന്റെ മുഖം പോലെയാ നിന്റെ മുഖം ഇരിക്കുന്നത്, നിന്റെ ഉപ്പാന്റെ കണ്ണ് പോലെയാ ഫാത്തിമ നിന്റെ കണ്ണിരിക്കുന്നത്. നീ നടക്കുന്നത് കണ്ടാ നിന്റെ ഉപ്പ വരുന്നത് പോലെയാ. ആ മനുഷ്യൻ ഫാത്തിമ ബീവിയോട് പറയുകയാ, നീ നിന്റെ വാപ്പയെ പോലെ തന്നെയായിരിക്കുന്നത്. ഫാത്തിമ ബീവിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലോ. വീടിന്റെ അകത്ത് കയറിയിട്ടിരുന്ന് കരയുകയാ. വീട് മുഴുവനും പിന്നെയും തിരഞ്ഞു നോക്കി, കൊടുക്കാനൊന്നുമില്ല. വീടിന്റെ അകത്തിരുന്ന് കരയുന്നു. അല്ലാ, ഒരു പാവപ്പെട്ടവൻ വീടിന്റെ വെളിയിൽ വന്ന് യാചിക്കുമ്പോ കൊടുക്കാനൊന്നുമില്ലല്ലോ. ഒരു നേരത്തെ അന്നം പോലും കൊടുക്കാനില്ലല്ലോ. അഞ്ജനയാ പൈസ പോലും കൊടുക്കാറില്ലല്ലോ. ഫാത്തിമ ബീവി വീടിന്റെ അകത്തിരുന്ന് കരയുകയാ. ഫാത്തിമ ബീവി വീടിന്റെ അകത്തിരുന്ന് കരയുകയാ. പെട്ടെന്നെന്തോ ഓർമ്മ വന്നു, പെട്ടെന്നെന്തോ ഓർമ്മ വന്നു. എഴുന്നേറ്റ് ഓടിച്ചെന്നിട്ട് വസ്ത്രങ്ങൾ വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വസ്ത്രങ്ങൾ മുഴുവനും എടുത്ത് മാറ്റുകയാണ്. പടച്ചവനെ, ഒരു ചെറിയ പെട്ടി എടുത്തു. ഫാത്തിമ ബീവി എടുക്കുമ്പോഴേ കരയാൻ തുടങ്ങി. ഫാത്തിമ ബീവി എടുക്കുമ്പോഴേ കരയാൻ തുടങ്ങി. ആ ചെറിയ പെട്ടി അങ്ങ് തുറക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു ചെറിയ മുത്തുമാല, ഒരു ചെറിയ മുത്തുമാല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല ആ മാല എടുത്തിട്ട് തന്റെ ചുണ്ടിലേക്ക് വെച്ച് ചുംബനം കൊടുക്കുകയാ. ഒരുപാട് ചുംബനം കൊടുത്തു. വീടിന്റെ അകത്ത് കിടന്ന് ഫാത്തിമ കരയുകയാ. അവസാനമുണ്ടല്ലോ, അവളെന്ന് കണ്ണുനീര് തുടച്ചിട്ട് വീടിന്റെ വെളിയിൽ നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുക്കുകയാ. അത് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങി കഴിക്കാൻ പറഞ്ഞിട്ട് ആ സാധുവായ മനുഷ്യന്റെ കയ്യിലേക്ക് മാല വെച്ച് കൊടുക്കുകയാ. എന്നിട്ട് ആ മനുഷ്യൻ ചോദിച്ചു, ഫാത്തിമ എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ കരയുന്നത്? ഫാത്തിമ ബീവിയൊന്നും മിണ്ടിയില്ല. സ്വർണ്ണമാല കിട്ടിയ സന്തോഷത്തോടെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ആ മനുഷ്യനോടുകയാ. നബിയേ, നിങ്ങളുടെ പൊന്നുമോടെ സ്വർഗത്തിന്റെ റാണിയാ നബിയേ, അന്നയുടെ പൊന്നുമോള് തന്നെയാ നബിയേ. എനിക്ക് പുതപ്പുതന്നു നബിയേ. കഴിക്കാൻ ഭക്ഷണമില്ലാത്തത് കാരണം എനിക്കൊരു മാല ഊരി തന്നു നബിയേ. പക്ഷേ യാ റസൂലല്ലാഹ്, മാല തന്നപ്പോ ഫാത്തിമ വല്ലാതെ കരഞ്ഞു നബിയേ.
തന്റെ പൊന്നാര മകളെ കരഞ്ഞെന്ന് പറയുമ്പോ റസൂലുള്ളാഹി ചോദിക്കുന്നു, മനുഷ്യ എന്റെ പൊന്നുമോട് തന്ന മാലയൊന്ന് കാണിക്കുവോ, എന്റെ പൊന്നുമോട് തന്ന മാലയൊന്ന് കാണിക്കുവോ? ആ മനുഷ്യൻ തന്റെ കയ്യിലിരുന്ന മാലയെടുത്ത് കാണിക്കുമ്പോ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുകയാ. ലോകത്തിന്റെ നേതാവിന്റെ താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. പ്രവാചകനാ മാല കാണുമ്പോഴേ കരയുകയാ. നബിയെ എന്തിനാ കരയുന്നത്? സഹാബാ, അതാരുടെ മാലയെന്നറിയോ? എന്റെ ഖദീജാന്റെ മാലയാ, എന്റെ ഖദീജയുടെ മാലയാ. ഈ മാല കാണുമ്പോൾ എനിക്ക് പോലെ കരച്ചില് വരുന്നെങ്കിൽ എന്റെ മോളെത്ര കരഞ്ഞിട്ടുണ്ടാകും. ഏത് മാലയെന്നറിയുവോ? ഏത് മാലയെന്നറിയുവോ? നിങ്ങളെ ഖദീജ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് വല്ലാത്ത സമ്പന്നയായിരുന്നല്ലോ. ലോകത്തോട് യാത്ര പറയുന്ന സമയത്ത്, മരണമെടുത്ത സമയത്ത് തന്റെ പൊന്നാര മകളെ അടുത്ത് വിളിക്കുകയാ. ഫാത്തിമ എന്ന ചെറിയ മകളെ അടുത്തേക്ക് വിളിച്ചിട്ട്, അല്ലാഹുവേ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ഖദീജ ബീവി എന്ന ഉമ്മ പറഞ്ഞു, മോളെ ഫാത്തിമ, ശരീരം മുഴുവനും സ്വർണ്ണമിട്ട് തരണമെന്ന് ഉമ്മായിക്ക് ആഗ്രഹമുണ്ട്. നിന്റെ കൈ മുഴുവനും വളയിട്ട് തരണം, മോതിരമിട്ട് തരണം, നിനക്ക് കഴുത്തിൽ മാലയിട്ട് തരണം. ഈ ഉമ്മയ്ക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷേ ഉമ്മാന്റെ കയ്യിലൊന്നുമില്ല മോളെ ഫാത്തിമ, ഉമ്മാന്റെ കയ്യിലൊന്നുമില്ല. ഉള്ളതെല്ലാം പാവങ്ങൾക്ക് കൊടുത്തു, ഉള്ളതെല്ലാം പള്ളിക്ക് കൊടുത്തു, അള്ളാന്റെ ദീനിന് കൊടുത്തു, പാവങ്ങളെ സഹായിക്കാൻ കൊടുത്തു. ഉമ്മാന്റെ കയ്യിലൊന്നുമില്ല മോളെ. എന്നിട്ട് കഴുത്തിൽ കിടന്ന ഒരു ചെറിയ മുത്തുമാല അടിച്ചെടുത്തു. എന്നിട്ട് ഫാത്തിമ എന്ന പൊന്നുമോളുടെ കയ്യില് അവിടുന്ന് ചുംബനം കൊടുത്തിട്ട് ഫാത്തിമയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, മോളെ, ഉമ്മാനെ ശപിക്കല്ലേ, ഉമ്മാനോട് ദേഷ്യം തോന്നല്ലേ, ഈ മാലയല്ലാതെ എന്റെ കയ്യിലൊന്നുമില്ല ഫാത്തിമ. എന്നിട്ട് ഫാത്തിമ എന്ന ചെറിയ മകളോട് ഉമ്മ പറഞ്ഞു കൊടുക്കുന്നു, ഉമ്മാനെ കുറിച്ച് നിനക്ക് ഓർമ്മ വരുമ്പോ, എന്നെ നിനക്ക് ഓർമ്മ വരുമ്പോ ഈ മാല എടുത്ത് വെച്ചിട്ടൊന്ന് ചുംബിച്ചാ മതി മോളെ. മരണസമയത്ത് ഉമ്മ തന്റെ കയ്യിൽ കൊടുത്ത മാലയാ. എത്രയോ ദിവസം പട്ടിണി കിടന്നു വാപ്പാ, കടിക്കാ ഭക്ഷണമില്ലാതെ വീടിന്റെ അകത്ത് പട്ടിണി കിടക്കുമ്പോഴും ഈ മാലയാ വീടിന്റെ അകത്തുണ്ട്. തന്റെ ഭാര്യയും ഭർത്താവും നോമ്പ് പിടിച്ചിട്ട് കിടക്കുമ്പോഴും ഈ വീടിന്റെ അകത്ത് ഈ മാല ഇരിപ്പുണ്ട്. കാരണം ഉമ്മ മരിക്കുന്ന സമയത്ത് കൊടുത്ത മാലയാ. എങ്ങനെ കൊടുക്കാരാ? പക്ഷേ വീടിന്റെ വെളിയിൽ ഒരു പാവപ്പെട്ടവൻ ഒന്ന് കൈനീട്ടിയപ്പോ അല്ലാ ഒന്നും നോക്കാനില്ലായിരുന്നു, ചിന്തിക്കാനൊന്നുമില്ലായിരുന്നു. ആ ഉമ്മ കൊടുത്ത മാലയെടുത്തിട്ട് കയ്യിൽ കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, പാപ്പാ, നിന്റെ മുന്നിൽ എത്രയോ യതീമായ മക്കള് വരുന്നു, പാവപ്പെട്ടവര് വരുന്നു. നല്ല കാര്യത്തിന് വേണ്ടി ചോദിച്ചാ കൊടുക്കാൻ നിനക്ക് മനസ്സില്ലല്ലോ. നിനക്ക് ഒരുപാട് സമ്പത്ത് തന്നില്ലേ, നീ എവിടെ കൊണ്ടുപോകാരാ? നീ എവിടെ കൊണ്ടുപോകാരാ? പള്ളിക്കുടിയിൽ പോകുമ്പോ മക്കള് വാങ്ങിത്തരുന്ന 3 കഷ്ടം തുണിയും പൊതിഞ്ഞിട്ട് മിണ്ടാതെ പോകണ്ടവനല്ലേ. അതുകൊണ്ട് ഫാത്തിമ ബീവി പറഞ്ഞതെന്നറിയോ? വാബുശിറൂ ബിൽ ജന്നാ, എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗം മതി, എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗം മതി. അതുകൊണ്ട് സഹോദരാ, പാവങ്ങളെ മറന്നു പോകല്ലേ, യതീമീങ്ങളെ മറന്നു പോകല്ലേ. ഇൻഷാ അല്ലാഹ് പാവപ്പെട്ടവർക്ക് വേണ്ടി സംഘടിപ്പിച്ച പരിപാടിയാ. നിങ്ങളെ കൊണ്ട് കഴിയുവോ? നിങ്ങളെ കൊണ്ട് കഴിയുവോ?
എന്റെ വീടിന്റെ പ്രമാണം കൊടുക്കണമെന്ന് പറയുന്നില്ല, എന്റെ ഭാര്യയുടെ കെട്ടുതാലി അടിച്ചു കൊടുക്കണമെന്ന് പറയുന്നില്ല. ഈ നാട്ടിലെ പാവപ്പെട്ട പെൺമക്കള് അല്ലാഹുവേ, ഇനി പാവപ്പെട്ട പെൺമക്കളെ സഹായിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞ് കരയരുത്. 30 വയസ്സിന്റെ മുകളിൽ പ്രായമുള്ള ഈ നാട്ടിലെ പടച്ചവനെ 10-100 പെണ്ണുങ്ങളെ വിവാഹം കഴിച്ചു കൊടുത്ത ഒരു സാധുവായിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട്. അവിടുന്ന് പറയുന്ന ഉസ്താദേ, 30 വയസ്സ് കഴിഞ്ഞ പെണ്ണുങ്ങൾ വരെ ഈ നാട്ടിലുണ്ടെന്ന് പറയുമ്പോ സഹോദരാ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലാഹുവേ, ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പെൺകുട്ടി തന്റെ വീടിന്റെ അകത്തിരുന്നിട്ട് എന്നെ ആര് സഹായിക്കുന്നില്ലല്ലോ എന്നോർത്തിട്ട് വീടിന്റെ അകത്തിരുന്ന് കരഞ്ഞ ഈ നാട്ടിലെ ഒരുത്തനും രക്ഷപ്പെടൂല, ഈ നാട്ടിലെ ഒറ്റ മനുഷ്യനും രക്ഷപ്പെടൂല. ആ പെണ്ണിന്റെ കണ്ണീര് നിനക്ക് ശാപമാ. അല്ലാഹുവേ, കാത്തിരക്ഷിക്കണേ തമ്പുരാന്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് കൊണ്ട് അങ്ങനെ ഒരു നേട്ടമുണ്ടാകട്ടെ. ഒരു നല്ലത് ചെയ്തിട്ട് പിരിയാ, ഒരു നല്ലത് ചെയ്തിട്ട് പിരിയാ. മരിച്ചാ സ്വർഗവാ, മരിച്ചാ സ്വർഗവാ. അല്ലാഹുവേ, സദഖ ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേക്ക്, നമുക്ക് ദുആ ചെയ്യാം. പെട്ടെന്ന് എഴുന്നേക്ക് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് എന്നിട്ട് കേറിക്കോ, കഴിഞ്ഞു ദുആ. ഇൻഷാ അല്ലാഹ് ബരി ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. വാ, എല്ലാവരും എടുത്തോ, ഇത്തിരി വെള്ളം ഒഴിപ്പോ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു പെട്ടെന്ന് വാ, ഇങ്ങോട്ട് വാ. ഉടനതൊക്കെ ഇങ്ങോട്ട് ദുആ ചെയ്യാം. ഇങ്ങോട്ട് ഇറങ്ങി ഇൻഷാ അല്ലാഹ്. പെണ്ണുങ്ങളൊക്കെ എഴുന്നേൽക്ക്. വാ പെട്ടെന്ന് വണ്ടിയിലെടുത്തെങ്കിൽ വാ. ജനറേറ്ററിന്റെ ഇവിടെ കരണ്ട. ഒന്നാമത് സൗദിയുടെ ജനറേറ്ററും കൂടെ. പെട്ടെന്ന് ഓന്റെ ജനറേറ്ററിനെ ഇങ്ങോട്ട് പെട്ടെന്ന് അല്ലാഹു കബൂലാക്കുമാറാ. ഇങ്ങോട്ട് വാ മനുഷ്യ, എന്തിനാ അകന്നിക്കണേ? ഇങ്ങോട്ട് വാ, തെങ്ങിന്റെ ഒട്ടി നിന്ന് തേങ്ങ വീഴുമ്പോ കേറിക്കോ. ഷഹീദായാലും ചിരിക്കണ്ട, സ്വർഗവാ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്. ഇങ്ങോട്ട് വാ മനുഷ്യ, എന്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ വയത് കഴിഞ്ഞ് പോകുമ്പോ എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകണം. ഇൻഷാ അല്ലാഹ് ഇവർ ഇനിയിപ്പോ അടുത്ത വയലെന്നാപ്പ അല്ല നിങ്ങളുടെ ഇൻഷാ അല്ലാഹ് എനിക്കൊരാഗ്രഹമുണ്ട്. ഈ ഡിസംബർ 31 നമ്മൾ പിരിയുമ്പോ ഇൻഷാ അല്ലാഹ് അടുത്ത ഡിസംബർ 31 മുമ്പായിട്ട് ഇൻഷാ അല്ലാഹ് ഈ നാട്ടിലെ ഒരു 3 പെൺകുട്ടികളുടെ കല്യാണം ഈ ജമാഅത്ത് നടത്തി കൊടുക്കണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ.